വിലയേറിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ക്രമീകരിച്ച കൺവെൻഷൻ്റെ അവസാനത്തെ രാത്രിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. ഇവിടെ ഇരുന്നപ്പോൾ വളരെ സന്തോഷം ഹൃദയത്തിൽ തോന്നി. മറ്റൊന്നും കൊണ്ടല്ല, മണ്ണൂർ സഭയിൽ ഈ ദിവസത്തെ കൺവെൻഷൻ നടന്നപ്പോൾ ഇതിൻ്റെ പുറകിൽ ഒരുപാട് പ്രാർത്ഥനയുണ്ടായിരുന്നു എന്ന് പ്രിയ സഹോദരൻ്റെ ആ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു പ്രാസംഗിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് ഞാനും ഒരുപാട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ദൈവം അയക്കുന്നിടത്ത് എന്നെ വിട്ടാൽ മതി, ദൈവം വിടുന്നിടത്ത് എന്നെ ഉപയോഗിക്കാനായിട്ട് കനിയണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനും കാത്തിരുന്നു. എന്നാൽ ഇവിടെ വന്ന് ഈ രാത്രികളിൽ 2 രാത്രികളിൽ ദൈവജനം അറിയിക്കണമെന്നുള്ളത് ദൈവഹിതമായിരുന്നു. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഉറപ്പിക്കട്ടെ, എന്നെ ഏൽപ്പിച്ച ദൂത് ഒരു പ്രത്യേക ദൂതാണ്. ഈ പ്രിയപ്പെട്ട സലസഭ എന്നോട് ആവശ്യപ്പെട്ടതുപോലെ ഞാൻ ആ വിഷയമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ 2ാം വരവിൻ്റെ മാറ്റൊലികൾ ലോകത്തിലാകമാനം കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുകയാണ്. കഴിഞ്ഞ ഏത് നാളുകളെക്കാട്ടിലും നമ്മൾ ജീവിക്കുന്ന ഈ ദിവസങ്ങൾ വളരെ ഗൗരവമേറിയ ഒരു കാലഘട്ടമാണ് എന്ന് വേദപുസ്തകത്തിൻ്റെ പ്രവചനങ്ങളെ അപഗ്രഥിക്കുന്നവർക്ക് വ്യക്തമായി കാണാൻ കഴിയും. നമ്മൾ ഓർക്കണം, ബൈബിളിൽ ഏതാണ്ട് 30% പ്രവചന രൂപേണയാണ് ദൈവം രേഖപ്പെടുത്തിയത്. ബൈബിളിൽ 66 ഗ്രന്ഥത്തിൽ ഏതാണ്ട് 18 ഗ്രന്ഥങ്ങൾ പ്രവചന ഗ്രന്ഥങ്ങളാണ്. 17 ഗ്രന്ഥങ്ങൾ പഴയ നിയമത്തിലും 1 ഗ്രന്ഥം പുതിയ നിയമത്തിലും പ്രവചന വിഷയങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു. എന്താണ് ഈ ബൈബിളിൻ്റെ പ്രവചനങ്ങൾ? സ്വർഗത്തിലെ ദൈവത്തിന് വ്യക്തമായി ഭാവിയെ സംബന്ധിച്ച് ഒരു കാര്യപരിപാടിയുണ്ട്. മാനവരാശിയെ സംബന്ധിച്ചും രാഷ്ട്രങ്ങളെ സംബന്ധിച്ചും ദൈവത്തിനുള്ള പദ്ധതി മുമ്പ് കൂട്ടി മനുഷ്യരെ അറിയിക്കുകയാണ് ഈ പ്രവചന സൂക്തങ്ങളിലൂടെ. നമ്മളൊരു വിധത്തിൽ വളരെ ധന്യരാണ്. ആമോസിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, തൻ്റെ പ്രവാചകന്മാരായ ദാസന്മാർക്ക് തൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെ യഹോവയായ ദൈവം ഒരു കാര്യവും ചെയ്യില്ല. സോദോം ഗോമോറ നശിപ്പിക്കുന്നതിന് മുമ്പ് എൻ്റെ സ്നേഹിതനായ അബ്രഹാമിനോട് ഞാൻ എങ്ങനെ മറച്ചു വെക്കും എന്ന് ദൈവം ചോദിച്ചു. ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ ഞാനും നിങ്ങളും മനസ്സിലാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഭാവിയെ സംബന്ധിച്ച് വളരെ വ്യക്തമായി ദൈവജനത്തിൽ വെളിപ്പെടുത്തുക മാത്രമല്ല, ഈ പ്രവചന സൂക്തങ്ങൾ നിവർത്തിക്കപ്പെടാൻ ദൈവം ജാഗരിക്കുന്നതായിട്ട് ബൈബിളിൽ വായിക്കുന്നു. ജെരമ്യാ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം കടന്നു വരുമ്പോൾ, എൻ്റെ വചനം നിവർത്തിപ്പാൻ ഞാൻ ജാഗരിക്കുന്നുവെന്ന് ദൈവം പറയുന്നു. ഇംഗ്ലീഷ് ബൈബിളിൽ വായിച്ചാൽ ഐ ആം വാച്ചിങ് ഓവർ മൈ വേർഡ് ടു പെർഫോം. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, ലോകത്തിൽ എന്തെല്ലാം സംഭവിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം നിശ്ചയിച്ചിട്ടുണ്ടോ, ദൈവം അത് മുമ്പ് കൂട്ടി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ വെളിപ്പെടുത്തിയ പ്രവചന സൂക്തങ്ങൾ നിവർത്തിക്കപ്പെടാൻ ദൈവം വളരെ ജാഗരൂകനായി ഐ ആം വാച്ചിങ് ഓവർ മൈ വേർഡ് ടു പെർഫോം, എൻ്റെ വചനം നിവർത്തിക്കാൻ ഞാൻ ജാഗരിക്കുകയാണ് എന്ന് ജെരമ്യാ 1:12 വായിക്കുന്നു. ആ വാക്യം വായിക്കുമ്പോൾ ഒരു വലിയ ദൗത്യം നമുക്കുണ്ട് എന്നുള്ളതോടെ ഞാൻ പറയട്ടെ. തിരുവചനത്തിൽ ആവർത്തിച്ച് നമ്മോട് ഓർപ്പിച്ചിട്ടുണ്ട്, നിങ്ങളും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഐ ആം വാച്ചിങ്. ദൈവം പറയുകയാണ്, ഞാൻ ജാഗരിച്ചിരിക്കുകയാണ്. നമ്മോടും ആവശ്യപ്പെടുകയാണ്, വാച്ച് ആൻഡ് പ്രേ. ഈ സംഭവ വികാസങ്ങളെ സ്വർഗത്തിലെ ദൈവം നടത്തുന്ന അവൻ്റെ കരത്തിൻ്റെ പ്രവൃത്തികൾ ഞാനും നിങ്ങളും വിലയിരുത്തിക്കൊണ്ട് അത് മനസ്സിലാക്കി പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് പ്രാരംഭത്തിൽ തന്നെ ഞാൻ ഓർപ്പിച്ചത്, നാം വന്നെത്തിയ കാലഘട്ടം ഗൗരവമേറിയ കാലഘട്ടമാണ്. നമ്മുടെ കർത്താവിൻ്റെ വരവിൻ്റെ മാറ്റൊലി വളരെ ശക്തമായി ഈ നാളുകളിൽ സംഭവിച്ചിരിക്കുന്നത് പോലെ മറ്റൊരു കാലഘട്ടത്തിലും സംഭവിച്ചിട്ടില്ല. ബൈബിളിൻ്റെ പ്രവചനങ്ങൾ ഒന്നൊന്നായി നിവർത്തിക്കപ്പെടുന്നു.
ഇനിയും ഇതുകൂടെ നിവർത്തിക്കണമെന്ന് പറയുവാനില്ലാതെ വണ്ണം അത്ര ഗൗരവമേറിയ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ അതോടുള്ള ബന്ധത്തിൽ വളരെ പ്രസക്തമായ ആനുകാലികമായി നടന്നുകൊണ്ടിരിക്കുന്ന സമകാലീന സംഭവങ്ങളിൽ ചിലത് അടർത്തിയെടുത്ത് പ്രിയപ്പെട്ട നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ രാത്രി നമ്മൾ യഹൂദനോടുള്ള ബന്ധത്തിൽ ചിന്തിപ്പാൻ ആരംഭിച്ചു. വളരെ വ്യക്തമായി തിരുവചനത്തിലൂടെ നമ്മൾ കണ്ടു, ദൈവം നിശ്ചയിച്ചൊരു കാലഘട്ടമുണ്ട്. ലോകത്തിൽ അവരോട് കരുണ കാണിക്കാതെ ആഗോളമായി അവരെ ചിതറിച്ച് കളഞ്ഞ് യാതൊരു കരുണയും ദൈവം അവരോട് കാണിച്ചില്ല. എന്നാൽ നമ്മൾ കണ്ടു വാക്യം, അവരോട് കരുണ കാണിപ്പാനുള്ള, അവരോട് ദയ കാണിക്കാനുള്ള അവൻ്റെ സമയം വന്നപ്പോൾ ദൈവം അവരോട് കരുണ കാണിച്ചതിൻ്റെ ഫലമായി അവരെ മടക്കി കൊണ്ടുവരികയും അവരെ സുരക്ഷിതരായി സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഞാനും നിങ്ങളും ജീവിക്കുന്ന ദിവസങ്ങളിൽ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. 2000 വർഷം ചിതറിക്കപ്പെട്ട് കിടന്നപ്പോൾ വിജയം എന്നുള്ളത് അവർ കണ്ടിട്ടില്ലേ? അവരുടെ ജീവിതത്തിൻ്റെ തുറകളിൽ ഒരു വിധത്തിലും യാതൊരു വിജയവും കാണാതെ കിടന്ന ജനം ദൈവം അവരോട് കരുണ കാണിച്ച് കഴിഞ്ഞ രാത്രി നമ്മൾ ഓർത്തതുപോലെ അവരെ മടക്കിക്കൊണ്ടുവന്ന ശേഷം ഒരു കാര്യം ധൈര്യമായി ഞാൻ ഓർപ്പിക്കട്ടെ, അവർ പരാജയം പിന്നെ കണ്ടിട്ടില്ലേ? അവർ പരാജയം കണ്ടിട്ടില്ലേ? നമ്മൾ ഓർക്കണം, അവർ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ അനേക രാജ്യങ്ങൾ ഒന്നിച്ചാണ് അവരോട് യുദ്ധത്തിന് വരുന്നത്. ഒരിക്കലും ആ യുദ്ധത്തിൽ അവർ ജയിക്കുമെന്ന് ചിന്തിപ്പാൻ കഴിയാത്ത വിധത്തിൽ യുദ്ധങ്ങൾ നടക്കുന്നുവെന്നാൽ ഇസ്രായേൽ ജയിക്കുന്നത് നോക്കുക. നമ്മുടെ കൺമുമ്പിൽ ഇന്നും അത് നടന്നുകൊണ്ടിരിക്കും. അതിൻ്റെ കാരണം ദൈവം അവർക്ക് അനുകൂലമായി മാറി. നാം കണ്ടു യെരമ്യാവ് 31 ആ 30 നിന്ന് നമ്മൾ കണ്ടു, ഒരു കാലത്ത് ദൈവം അവരെ പറിച്ചു കളയുവാൻ, മുടിച്ചു കളയുവാൻ ജാഗരിച്ചെങ്കിൽ ഇന്നവരെ പണിയുവാനും നടുവാനും അതുപോലെ ജാഗരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഇടപെടൽ വ്യത്യസ്തമായി കഴിഞ്ഞു. ഒരു വാക്യം കൂടെ ഞാൻ വായിച്ച് ഞാൻ മുന്നോട്ട് ഈ വിഷയത്തിലേക്ക് കടന്നുകൊള്ളാം. യെരമ്യാ പ്രവചനം 31-ാം അധ്യായം. യെരമ്യാ പ്രവചനം 31-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം നമുക്ക് ഒന്ന് വായിക്കാം. യെരമ്യാവ് 31-ന്റെ 10-ാമത്തെ വാക്യം. ജാതികളെ, യഹോവയുടെ വചനം കേൾപ്പിൻ, ദൂരദ്വീപുകളിൽ അതിനെ പ്രസ്താവിപ്പിൻ. ഇസ്രായേലിനെ ചിതറിച്ചവൻ അവനെ കൂട്ടിച്ചേർത്തു. യെസ്, ഒരിടയൻ തൻ്റെ കൂട്ടത്തെ കാക്കുന്ന പോലെ അവനെ കാക്കും എന്ന് പറയുവിൻ. ലോകരാഷ്ട്രങ്ങളോടാണ് ദൈവം പറയുന്നത്. ജാതികൾ എന്നുള്ളത് ഇംഗ്ലീഷ് ബൈബിളിൽ വായിച്ചാൽ ഹീറോ നേഷൻ. രാഷ്ട്രങ്ങളെ, നിങ്ങൾ ഇതൊന്ന് കേൾക്കുക, ദൂരദ്വീപുകളിൽ ഇത് പ്രസ്താവിക്കുക. എന്താണ് വിഷയം? ഇസ്രായേലിനെ ചിതറിച്ചവൻ അവനെ കൂട്ടിവരുത്തി. അവനെ കൂട്ടിവരുത്തുക മാത്രമല്ല, ഇവിടെ നമ്മൾ വായിക്കുന്നു, ഒരിടയൻ തൻ്റെ കൂട്ടത്തെ കാക്കുന്ന പോലെ അവനെ കാക്കുമെന്ന് പറയുവേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരെ കൂട്ടിവരുത്തിയ ശേഷം ഞാൻ ഓർപ്പിച്ചു, 2000 വർഷം അവർ ചിതറിക്കിടന്നപ്പോൾ അവർ ഒരു വിജയവും കണ്ടിട്ടില്ല. ലോകത്തിലെല്ലാം അവർ കൊല്ലപ്പെടുകയാണ്, അവരെ കൊന്നൊടുക്കുകയാണ്. നമുക്കറിയാം, 1-2 ലോകമായുദ്ധകാലത്തിൽ റഷ്യയിലും സ്പെയിനിലും യൂറോപ്പിൻ്റെ പ്രദേശത്തൊക്കെ അവരെ കൊന്നൊടുക്കുകയാണ്. ഇന്നലെയാണോ ഇന്നാണോ എന്നോട് ചോദിച്ചു, ഇസ്രായേൽ എത്ര പേര് ലോകത്തിലുണ്ട്? നിങ്ങൾക്കറിയാമോ? ലോകത്തിലാകെ 1.3 കോടി യഹൂദന്മാരെയുള്ളൂ. 1.3. ഇന്ത്യയുടെ ജനസംഖ്യ 133 കോടിയാണ്. ഇന്ത്യയുടെ ജനസംഖ്യ 133 കോടിയാണെങ്കിൽ യഹൂദന്റെ ജനസംഖ്യ ലോകത്തിൽ ആകമാനം മൊത്തത്തിൽ 1.3 കോടിയേ ഉള്ളൂ. ഏതാണ്ട് അതിൽ പകുതി മാത്രമേ മടങ്ങി വന്നിട്ടുള്ളൂ. ബാക്കി ആളുകൾ അമേരിക്കയിലും യൂറോപ്പിൻ്റെ പ്രദേശത്തും, മെയിൻലി അമേരിക്കയുടെ പ്രദേശത്താണ് ഉള്ളത്. എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും ചുരുങ്ങിപ്പോയത്? ഇവർ ചുരുങ്ങിപ്പോയത് നമ്മൾ ഓർക്കണം, കുറഞ്ഞത് 50 കോടിയെങ്കിലും അവർ കാണേണ്ടതാണ്. എന്തുകൊണ്ടാണ് അവർ ചുരുങ്ങിപ്പോയത്? അവരെ കൊന്നൊടുക്കുകയായിരുന്നു. ഏത് രാജ്യവും അവരെ കൊന്നൊടുക്കുകയായിരുന്നു. അവർക്ക് തലപൊക്കാൻ നിവൃത്തിയില്ലായിരുന്നു. യൂറോപ്പിലൊക്കെ അവർ ചിതറിക്കിടന്നപ്പോൾ അവിടെ സ്ഥലം മേടിക്കാൻ നിവൃത്തിയില്ല, അവിടെ സ്വത്തുക്കൾ സമ്പാദിപ്പാൻ നിവൃത്തിയില്ല.
സമൂഹത്തിൽ ഒരു 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 താണ നിലവാരം മാത്രം പുലർത്തിക്കൊണ്ട് യമനിലും മറ്റും ജീവിച്ച യഹൂദന്റെ ചരിത്രം വായിച്ചാൽ നമുക്ക് സങ്കടം വരും. ആ വിധത്തിൽ അവരെ കൊന്നൊടുക്കിയതിൻ്റെ ഫലമായി, അവരെ മുടിച്ചു കളഞ്ഞതിൻ്റെ ഫലമായി അവരുടെ ജനസംഖ്യ ലോകത്തിൽ അത്രയും അവർ കുറഞ്ഞുപോയി. എന്നാൽ ദൈവം അവരെ മടക്കിക്കൊണ്ടുവന്ന ശേഷം ഇന്ന് ഒന്ന് നോക്കിയേ, ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾക്ക് അവരൊരു അത്ഭുത വിഷയമാണ്. ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾ മാത്രമല്ല, ലോകത്തിൽ മൊത്തത്തിൽ. കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചതാണ് ആവർത്തന പുസ്തകം 28-ാം അധ്യായം. എന്നാൽ ഒരിക്കൽ കൂടെ എനിക്ക് വായിക്കണം. ആവർത്തന പുസ്തകം 28-ാം അധ്യായം. ഒരു രാഷ്ട്രമായി തീരുന്നതിന് മുമ്പ് മോശയിലൂടെ ദൈവം അവരോട് പറയുന്ന വാക്കാണ്. 2 പ്രാവശ്യം അവർ സ്വന്തം ദേശം വിട്ടുപോകുമെന്ന് ആവർത്തനം 28-ൽ നമ്മൾ കണ്ടു. അത് രണ്ടും എത്ര കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ വിഷയങ്ങൾ, അവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ മുമ്പ് കൂട്ടി പറഞ്ഞ ശേഷം അതിൻ്റെ 46-ാം വാക്യം ഒന്ന് വായിക്കാം. അവ ഒരടയാളവും അത്ഭുതവുമായി നിന്നോടും നിന്റെ സന്തതിയോടും എന്നേക്കും പറ്റിയിരിക്കും. മതി, ഞാൻ ബാക്കി ഭാഗം എടുക്കുന്നില്ലേ. ഒരു രാഷ്ട്രമായി തീരുന്നതിന് മുമ്പ് മോശെ അവരോട് പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ അനുസരിക്കാത്തതിൻ്റെ ഫലമായി 2 പ്രാവശ്യം നിങ്ങളുടെ ദേശം വിട്ടുപോകും. അതിൻ്റെ 32-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങളൊരു അന്യദേശത്തിന് അടിമയാകും. ബാബേൽ പ്രവാസം. ക്രിസ്തുവിന് 600 വർഷം മുമ്പ് ബാബേൽ പ്രവാസത്തിൽ പോയി. അതിൻ്റെ 64-ാം വാക്യം, അവർ മടങ്ങി വന്നു, വീണ്ടും അവർ ചിതറിക്കപ്പെട്ടു. പക്ഷേ 64-ാം വാക്യത്തിൽ വായിക്കുന്നു, ലോകത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിങ്ങൾ ചിതറിക്കപ്പെടും. എന്നാൽ ഇവിടെ പറയുന്ന വാക്ക് കണ്ടോ, ഈ സംഭവിക്കുന്നത് ഒരടയാളമാണ്, ഇതൊരു അത്ഭുതമാണ്. ഇറ്റ് ഈസ് എ സൈൻ ആൻഡ് എ വണ്ടർ. ദൈവകരത്തിന്റെ അടയാളം. മാനവരാശിക്കത് അത്ഭുതകരമായൊരു വിഷയം. ഇറ്റ് ഈസ് എ സൈൻ ആൻഡ് എ വണ്ടർ. ഞാൻ ഇരുന്ന് ഇങ്ങനെ കുറിക്കുകയായിരുന്നു. ഞാൻ കുറിച്ചപ്പോൾ ഇങ്ങനെ കുറിച്ചു. അതായത് നിങ്ങളിൽ ചിലരെങ്കിലും ഓർക്കുന്നുണ്ട്, 1981 ജൂൺ മാസം 7-ാം തീയതി ലോകത്തിലൊരു സംഭവം ഉണ്ടായി. ഇറാഖിൽ സാദം ഹുസൈൻ്റെ നേതൃത്വത്തിൽ $260 ദശലക്ഷം ചെലവഴിച്ച് ഒസിറാഖ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ന്യൂക്ലിയർ റിയാക്ടർ ഉണ്ടാക്കി ഇസ്രയേലിനെ തകർത്ത് കളയുവാൻ ന്യൂക്ലിയർ ഒരു റിയാക്ടർ ഉണ്ടാക്കി ബോംബ് ഉണ്ടാക്കാൻ തുടങ്ങിയാണ്. $260 മില്യൺ ചെലവഴിച്ചു. അന്ന് 81 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 10-40 വർഷം മുമ്പ് ഒരുപാട് പണം ചിലവഴിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇസ്രയേലിനറിയാം ആ ബോംബ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപകടമാണെന്നറിയാം. എന്നാൽ ഒരു ദിവസം ഇസ്രയേൽ പൈലറ്റ്സിന് ഓർഡർ കിട്ടുകയാണ്. F-15, F-16 യുദ്ധവിമാനങ്ങൾ അവിടെ നിന്ന് ഏതാണ്ട് 4:40 ഉയർന്നു. 5 പല അറബി രാജ്യങ്ങളുടെ മുകളിലൂടെ അത് പറന്നു. അവിടെയുള്ളവർ ചോദിച്ചു, നിങ്ങൾ ആരാണ്? അവർ അറബിയിൽ മറുപടി തിരിച്ചു പറഞ്ഞു. ആ രാജ്യങ്ങളുടെ മുകളിലൂടെ അവർ പറന്നു. 5:15 ഇറാഖിന്റെ എയർ സ്പേസിൽ അവർ കടന്നു. 15 മിനിറ്റ് എടുത്തുള്ളൂ ആ ഒസിറാഖിലെ ന്യൂക്ലിയർ റിയാക്ടർ തവിട് പൊടിയാക്കിയിട്ട് 5:30 യുദ്ധവിമാനങ്ങൾ തിരിച്ചു വന്നു. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ ലോകത്തിൻ്റെ മുന്നിൽ ഒരു ചോദ്യം ഉയർന്നു. ഇവരാരാണ്? ആരാണ് ഈ ജനം? ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു മാസികയാണ്, രാഷ്ട്രീയ മാസികയാണ് ടൈം മാഗസിൻ എന്ന് പറയുന്നത്. ടൈം മാഗസിനിൻ്റെ ഫ്രണ്ട് പേജിൽ അത്ഭുതകരമായി ചോദിക്കുകയാണ്, ഹൂ ഈസ് ദിസ് നേഷൻ? നിങ്ങൾ ഓർക്കണം, അവർ പിറന്നു വീണ് 3 മാസം കഴിഞ്ഞപ്പോൾ, 3 മാസം, കാരണം അവർ പിറന്നു വീണ് അവർ 1948 മെയ് മാസം പിറന്നു വീണ് അടുത്ത ദിവസം 15 ലക്ഷം അറബികൾ അവരുടെ കൈകളിലുള്ള ആയുധങ്ങൾ കൊണ്ട് അവരെ വളയുകയാണ്. യഹൂദന്റെ ജനസംഖ്യ 6.25 ലക്ഷം ജനങ്ങളെ ഉള്ളൂ. സ്ത്രീകളും കുട്ടികളും എല്ലാം കൂടെ ആയുധമെടുക്കുവാൻ കഴിയുന്നത് 35,000 പേർ മാത്രം. അവർ യുദ്ധം ചെയ്യേണ്ടത് 15 ലക്ഷം ആളുകളോട്. പക്ഷേ ആ യുദ്ധത്തിൻ്റെ ഗതി നിങ്ങൾക്കറിയാം.
ഇസ്രയേൽ വീണ്ടും വിജയത്തിൻ്റെ കൊടി പാറി. വീണ്ടും ആദ്യമായി ടൈം മാഗസിനിൻ്റെ ഫ്രണ്ട് പേജിൽ വന്ന ചോദ്യം, വാട്ട് കൈൻഡ് ഓഫ് നേഷൻ ഈസ് ദിസ്? ഇതെന്തൊരു രാജ്യമാണ്? 35 കവർ പേജിൽ, 35-ലധികം കവർ പേജിൽ ഈ ചോദ്യം ആവർത്തിക്കപ്പെട്ടു. ഈ രാഷ്ട്രം എങ്ങനെയുള്ളൊരു രാഷ്ട്രമാണ്? എന്താണ് ഇവർ ചെയ്യുന്നത്? ലോകത്തിൽ മോശ എഴുതിയത് വായിച്ചില്ലേ? ഇവരൊരു അടയാളം മാത്രമല്ല, ഇവരൊരു അത്ഭുതമായിരിക്കും. ലോകത്തിന് ഇവരുടെ ചെയ്തികൾ അത്ഭുതമാണ്. ഈ അത്ഭുതകരമായിരിക്കുമ്പോൾ ഇത് ഒരടയാളം കൂടിയായിട്ട് ദൈവം നമുക്ക് നൽകുകയാണ് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ഈ കൊച്ചു രാജ്യം, ഞാൻ കഴിഞ്ഞ രാത്രി ഓർപ്പിച്ചു, 450 കിലോമീറ്ററേ ഉള്ളൂ അവരുടെ ആകെ രാഷ്ട്രത്തിൻ്റെ നീളം. വീതി കൂടിയ ഭാഗം 135 കിലോമീറ്ററേ ഉള്ളൂ. അത്രയും വലിപ്പം, കേരളത്തിൻ്റെ പകുതി വലിപ്പമില്ല. ആ രാഷ്ട്രത്തെ വളഞ്ഞു കിടക്കുന്നത് 23 ഇസ്ലാമിക് രാജ്യങ്ങൾ. അവര് ബദ്ധവൈരാഗികളായി, അവരെ തുടച്ചു കളയണമെന്ന് ആഗ്രഹിച്ച് കൊതിച്ച് യുദ്ധത്തിന് വേണ്ടി 5 യുദ്ധങ്ങൾ നടത്തി. 48-ലെ യുദ്ധം 13 മാസം നീണ്ടു നിന്നു. 56-ലെ യുദ്ധം, 1967-ലെ 6 ദിവസ യുദ്ധം, 1973-ലെ യോം കിപ്പർ യുദ്ധം, 1982-ലെ ലെബനോൻ യുദ്ധം. തീർന്നില്ല. അതിൻ്റെ ശേഷം തുടർമാനമായി യുദ്ധം. മാത്രമല്ല, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ദിവസങ്ങളിൽ ഇപ്പോഴും യുദ്ധം നടക്കുകയാണ്. നമ്മൾ ആ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ ഒന്നെടുത്തോട്ടെ. 2024 ഒക്ടോബർ മാസം 8-ാം തീയതി നമുക്കറിയാം, ഇസ്രയേൽ നനച്ചിരിക്കാത്ത നാഴികയിൽ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദികൾ അവരെ ആക്രമിക്കുകയാണ്. 1200 യഹൂദന്മാരെ കൊന്നു. അവരിൽ അനേകരെ ബന്ദികളായി പിടിച്ചുകൊണ്ടുപോയി. ഇന്നും ആ ബന്ദികളിൽ 50 പേരെ വിട്ടിട്ടില്ല. അതിൻ്റെ യുദ്ധം ആരംഭിച്ചു. 1.5 വർഷം കഴിയുന്നു. ഗാസ തരിപ്പണമായി. ഇസ്രയേലിന്റെ വടക്ക് കിടക്കുന്ന ലെബനോൺ ഒരു പരുവമായി. അതിൻ്റെ അടുക്കൽ കിടക്കുന്ന സിറിയ ബോംബിങ് ചെയ്ത് അവരുടെ തുറമുഖവും ഒക്കെ തകർന്ന് തരിപ്പണമായി. ലെബനോനിലെ, സിറിയയിലെ, ഗാസയിലെ, തീർന്നില്ല യമനിലെ, ഇവിടെ മുഴുവൻ ഈ കൊച്ചു രാജ്യം ചുറ്റും ബോംബ് ചെയ്യുകയാണ്. ഇപ്പോഴും ബോംബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് നടക്കുന്നത്? ഈ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾ മുഴുവൻ അവരെ വകവരുത്തുവാൻ ശ്രദ്ധിക്കുമ്പോൾ, ഞാൻ പോകുന്നില്ല. വീണ്ടും ലോകത്തിന് അത്ഭുതകരമായ ഒരു കാര്യം, അവിടെ പേജർ പൊട്ടിത്തെറിച്ചു, വാക്കി ടോക്കി പൊട്ടിത്തെറിച്ചു. എത്ര പേര് മരിച്ചു എന്നുള്ള കൃത്യ കണക്കുകൾ ഇപ്പോഴുമില്ല. എങ്ങനെ സംഭവിച്ചു? ഈ ഭീകരവാദികൾ ഹെസ്ബുള്ളയുടെ കയ്യിലുള്ള ഈ പേജറും വാക്കി ടോക്കിയും ഒക്കെ അങ്ങ് പൊട്ടിത്തെറിക്കുക. കണക്കുകൾ പറയുന്നുണ്ട്, 5000 പേജറിന് ഈ ഭീകരവാദികൾ ഓർഡർ കൊടുത്തു ഒരു തൈവാൻ കമ്പനിക്ക്. തൈവാൻ കമ്പനി അത് ഉണ്ടാക്കാതെ യൂറോപ്പിൽ ഹംഗറിയിലുള്ള ഒരു കമ്പനിക്ക് അതിൻ്റെ സബ് കോൺട്രാക്റ്റ് കൊടുത്തു. ആ കോൺട്രാക്റ്റ് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ഇത്രയും അറിയാം, ഒരു തെരേസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവിടെ വന്ന് ഓർഡർ അത് എടുക്കാൻ സൈൻ ചെയ്യുന്നു. പിന്നെ നമ്മൾ കേൾക്കുന്നത് ഈ പേജർ പൊട്ടിത്തെറിക്കുന്ന 3000 പേജറിൻ്റെ ഉള്ളിൽ ചൂടാകുമ്പോൾ പൊട്ടുവാൻ ഉതകുന്ന വെടിമരുന്ന് വെച്ചിട്ടാണ് ഇസ്രയേൽ ചാരന്മാര് ഈ പേജറുകൾ ഭീകരവാദികളുടെ കയ്യിൽ കൊടുത്തത്. ആ ദിവസങ്ങളുടെ വാർത്തകൾ നമ്മൾ ശ്രദ്ധിച്ചു. അവിടെ ഫ്രിഡ്ജ് പോലും ഓൺ ചെയ്യാൻ അവർക്ക് പേടിയായി. 500 പേരുടെ കണ്ണുകൾ പോയി. അവിടെ അനേകർ വൂണ്ടഡായി. എവിടെയൊക്കെ ഭീകരവാദികളുടെ കയ്യിൽ ഇതുണ്ടായിരുന്നോ അവിടെയൊക്കെ ഈ പേജർ പൊട്ടിത്തെറിക്കുന്നു, വാക്കി ടോക്കി പൊട്ടിത്തെറിക്കുന്നു, കണ്ണ് കാണാതെ പോകുന്നു. അപ്പോഴും ലോകം ചോദിച്ചു, ഇതെന്തോ ഒരു രാജ്യമാണ്, ഇതെന്തായി നടക്കുന്നത്? ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നടക്കുകയാണ്. ഇനിയും ഞാൻ വളരെ ഗൗരവമേറിയ ഒരു വിഷയത്തിലേക്ക് കടക്കാം. എന്താണെന്ന് ചോദിച്ചാൽ,
അല്പം കൂടെ നമ്മൾ വേദപുസ്തകത്തിൻ്റെ അകത്തോട്ടെന്നിറങ്ങി ചിന്തിക്കുമ്പോൾ മാത്രമേ ഇത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഇസ്രായേലിൻ്റെ ചുറ്റും കിടക്കുന്ന ആളുകൾ ആരാണ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത്? ഇസ്രായേലിൻ്റെ തെക്ക് കിടക്കുന്ന ഗാസയിൽ നിന്ന് ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദികൾ അറ്റാക്ക് ചെയ്തു. ഇസ്രായേലിൻ്റെ വടക്ക് കിടക്കുന്ന ലെബനോന്റെ പ്രദേശത്ത് നിന്ന് ഹെസ്ബുള്ള എന്ന് പറയുന്നവർ അറ്റാക്ക് ചെയ്യുന്നു. ഇസ്രായേലിൽ നിന്ന് വളരെ ദൂരെ കിടക്കുന്ന യമനികളെ ഹൂത്തികൾ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇറാഖിൽ നിന്ന് ഷിയ മിലീഷ്യ ഇസ്രായേലിനെ ആക്രമിക്കുന്നു. ഈ ഭീകരവാദികളെല്ലാം ആരാന്നറിയാമോ? ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രോക്സികളാണ്. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രോക്സികളാണ്. എന്ന് പറഞ്ഞാൽ അവർ പണം കൊടുത്തും അവരവരെ വാർത്തെടുത്തും ഈ ഭീകരവാദികളെ വളർത്തിയെടുത്തിരിക്കുകയാണ്. എന്തിനാ ഈ ഭീകരവാദികളെ ഇങ്ങനെ ഇറാൻ വളർത്തിയെടുത്തത്? നമ്മൾ അല്പം ചരിത്രം ബൈബിളിലും ഒക്കെ നമ്മൾ കടന്നുപോയി പരിശോധിക്കാൻ പോവുകയാണ്. ഈ ചുറ്റും കിടക്കുന്ന മുഴുവൻ ഭീകരവാദികൾ, നമ്മൾ ഓർക്കണം, മുസ്ലിം മതം രണ്ടായി ഭാഗിക്കപ്പെട്ടു. ഒന്ന് സുന്നികൾ, മറ്റത് ഷിയകൾ. ഈ ഇറാൻ ഷിയകളാണ്. ഈ ഷിയകൾക്കൊരു വിശ്വാസമുണ്ട്. എന്താ വിശ്വാസം എന്നറിയാമോ? അവരുടെ 12ാമത്തെ മെഹദി കാണാതെ പോയി. ആരാണ് ഈ മെഹദി? അതായത് മുഹമ്മദ് നബിയുടെ അവകാശി ആരായിരിക്കണം? സുന്നികൾ ആവശ്യപ്പെട്ടു, ആരെ വേണേലും അതിന് യോഗ്യരായവരെ തെരഞ്ഞെടുക്കാം. എന്നാൽ ഷിയകൾ പറഞ്ഞു, ഇല്ല, മുഹമ്മദിൻ്റെ വംശത്തിൽപ്പെട്ട, മുഹമ്മദിന് പെൺമക്കളേ ഉള്ളൂ, ആ വംശത്തിൽപ്പെട്ടവർ വേണം ഈ തലവനായിട്ട് വരാൻ, മെഹദിയായിട്ട് വരാൻ. അങ്ങനെ 12ാമത്തെ മെഹദി വരെ ഉണ്ടായിരുന്നു. 12ാമത്തെ മെഹദി ബാല്യത്തിൽ തന്നെ കാണാതെ പോയി. എവിടെയാണെന്ന് ആർക്കും അറിയില്ല. പക്ഷെ അവർ വിശ്വസിക്കുന്നു, കാലത്തിൻ്റെ അന്ത്യമാകുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വരുമെന്ന് വിശ്വസിക്കുന്ന പോലെ മെഹദി മടങ്ങി വരും. അവർക്ക് ഷിയ സാമ്രാജ്യം സ്ഥാപിക്കാൻ മെഹദി മടങ്ങി വരും. എന്നാൽ മെഹദി മടങ്ങി വരുമെന്നുള്ളതല്ല പ്രശ്നം. വളരെ പ്രശ്നം അതോടുള്ള ബന്ധത്തിൽ ഒരു ഉപദേശമുണ്ട്. എന്താണ് ആ ഉപദേശം? ആ ഉപദേശം എന്താണെന്ന് ചോദിച്ചാൽ, അവർ വിശ്വസിക്കുന്നു, നമ്മൾ യേശുക്രിസ്തു മടങ്ങി വരാൻ വേണ്ടി നമ്മൾ യേശുക്രിസ്തുവിൻ്റെ വരവിനെ ബന്ധപ്പെടുത്തുക എന്ന് നമ്മൾ പറയും. ത്വരിതപ്പെടുത്തുക. നമ്മുടെ കർത്താവിൻ്റെ വരവിനെ ബന്ധപ്പെടുത്തുന്നു വിശ്വാസികൾ. അവരെ സംബന്ധിച്ച് ഷിയ മിലിഷ്യ, അവർ വിശ്വസിക്കുന്നു, ഷിയ വിശ്വാസം, ലോകത്തിൽ അരാജകത്വം ഉണ്ടാകണം. ലോകത്തിൽ അസ്വസ്ഥതയും അസമാധാനവും അരാജകത്വം ഉണ്ടാകുമ്പോൾ സമാധാനം സ്ഥാപിക്കാൻ ഷിയകളുടെ 12ാമത്തെ മെഹദി മടങ്ങി വരും, ഇമാം മെഹദി. ആ മെഹദി മടങ്ങി വരുമ്പോൾ ക്രിസ്തുവും കൂടെ ഉണ്ടായിരിക്കും. ക്രിസ്തു മെഹദിയുടെ, ഇമാം മെഹദിയുടെ ലെഫ്റ്റനൻ്റ് ആയിരിക്കും. ഇതാണ് അവർ വിശ്വസിക്കുന്നത്. ഈ വിശ്വാസം ലോകത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇനിയും ശ്രദ്ധിക്കാൻ പോവുകയാണ്. എന്താണ് ഇറാൻ ഇന്ന് ഇങ്ങനെ പ്രശ്നമായി മാറിയത്? ഇറാൻ എന്തുകൊണ്ടാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്ന ദിവസങ്ങളിൽ പ്രശ്നമായി മാറിയതെന്ന് ഞാനിരുന്ന് ചിന്തിക്കാൻ തുടങ്ങി. എന്നാൽ ഞാൻ ആ ഭാഗം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം ബോധ്യമായി, ഇത് സാധാരണ സംഭവമല്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ, നിങ്ങൾ കണ്ടു, നമ്മൾ വാർത്തകളിൽ കണ്ടു, ഇറാനിൽ നിന്ന് 200 മിസൈൽ ആ രാജ്യം വേറെ ഒരു രാജ്യം ഇസ്രായേലിലോട്ട് അയക്കുക. 200 മിസൈൽ. അങ്ങനെയൊന്നും ചരിത്രത്തിൽ ഒന്നും നടന്നിട്ടില്ല. 200 മിസൈൽസ്. പക്ഷേ ഇസ്രായേലിൻ്റെ അയൺ ഡോം അതിനെയൊക്കെ തടസ്സപ്പെടുത്തി. ചിലതൊക്കെ നിലത്ത് വീണുള്ളൂ, ബാക്കിയൊക്കെ ആകാശത്ത് വെച്ച് പൊട്ടിച്ച് കളയുകയാണ്. പക്ഷെ എന്തിനാ ഇറാൻ ഇങ്ങനെ ചെയ്തത്? നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഇറാൻ എന്തിനാണ് ഈ വൈരാഗ്യം ഇവരോട്? ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ചെയ്തിട്ടുണ്ട്, ഇന്ത്യയും ചൈനയും യുദ്ധം ചെയ്തിട്ടുണ്ട്,
പക്ഷെ ഒരു കാര്യം ഓർക്കുക, ഇന്ത്യയും ചൈനയും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പൊതുവിലുള്ള ഒരു അതിർവരമ്പുണ്ട്, ഒരു ബോർഡറുണ്ട്. ബോർഡർ ഡിസ്പ്യൂട്ട് പലപ്പോഴും യുദ്ധത്തിലേക്ക് കയറുന്നു. ഇറാനും ഇസ്രയേലും തമ്മിൽ ഒരു ബോർഡറില്ല. ഇസ്രയേലിൽ നിന്ന് 1600 കിലോമീറ്റർ അപ്പുറത്താണ് ഇറാൻ. ഇസ്രയേലിൽ നിന്ന് 1600 കിലോമീറ്റർ അപ്പുറത്താണ്. ഇസ്രയേൽ അവരെ ആക്രമിക്കുകയോ അവരെ ഭയപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ രണ്ട് രാജ്യങ്ങളുടെ ഇടയിൽ മറ്റ് പല രാജ്യങ്ങളുണ്ട്. ലെബനോനും സിറിയയും ജോർദാനും ഒക്കെ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കിടക്കുകയാണ്. പിന്നെ എന്തിനാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇസ്രയേലിനെ തുടച്ചു കളയുവാൻ, ഇസ്രയേലിനെ ഇല്ലായ്മ ചെയ്യാൻ ഈ ബന്ധപ്പെടുന്നത്? ഇത് ദൈവമക്കളായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എനിക്കത് മനസ്സിലാകുന്നത് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. നിങ്ങൾ ദാനിയേലിൻ്റെ പുസ്തകം 10-ാം അധ്യായം എന്നെടുത്ത്, ഞാൻ ദാനിയേലിൻ്റെ പുസ്തകം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദാനിയേലിൻ്റെ പുസ്തകം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേക വെളിപ്പാട് എനിക്ക് ലഭിച്ചു. എന്ന് പറഞ്ഞാൽ ഈ കാര്യം ഗ്രഹിപ്പാനായിട്ട് എനിക്ക് സാധിച്ചു. നമുക്കറിയാവുന്നത് കൊണ്ട് ഞാൻ എല്ലാം വിശദമാക്കുന്നില്ല. നമ്മളതിൻ്റെ 1-ാം വാക്യം, പാർസി രാജാവായ, പേർഷ്യൻ രാജാവായ കോരസ് സൈറസ് ഭരിക്കുകയാണ്. ഈ പറയുന്ന പാർസികളാണ് ഇന്നത്തെ പേർഷ്യ, ഇന്നത്തെ ഇറാൻ. അപ്പോൾ ഇറാൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കോരശാണ്. കോരശ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദാനിയേൽ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയ പുരുഷൻ, ഭക്തനായ മനുഷ്യൻ, ആ ഭാവി കാര്യങ്ങൾ അറിയുവാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, അദ്ദേഹം മുട്ടിന്മേൽ നിൽക്കുന്നു, അദ്ദേഹം ഭക്തനായ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല. 21 ദിവസം കഴിഞ്ഞാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നത്. ആ മറുപടി കൊണ്ടുവരുന്നത് ആരാണ്? ഗബ്രിയേൽ ദൂതനാണ്. നമ്മളൊരു കാര്യം ഓർക്കുക, ഗബ്രിയേൽ ദൂതൻ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചാട്ടെ. 12-ാം വാക്യം, നീ തിരിച്ചറിയേണ്ടതിനും, ദാനിയേലേ ഭയപ്പെടേണ്ട, നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിന് മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സുവെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. നിന്റെ വാക്ക് ഏതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു. പാർസി രാജ്യത്തിൻ്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. എൻ്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, ദാനിയേൽ ഇതൊന്നും അറിയുന്നില്ല. ദാനിയേൽ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ്. 21 ദിവസം 3 ആഴ്ച ദാനിയേൽ പ്രാർത്ഥിക്കുകയാണ്. ഗബ്രിയേൽ വന്ന് പറയുകയാണ്, നീ നിന്നെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ആദ്യ ദിവസം പ്രാർത്ഥന കേട്ടു, ദൈവം ഉത്തരം കൊടുത്തു. ആ ഉത്തരവുമായി ഗബ്രിയേൽ വരുമ്പോൾ സ്വർഗത്തിൽ, ആകാശത്തിൽ ഒരു സംഭവം ഉണ്ടായി. ഗബ്രിയേൽ ദൂതുമായി മുന്നോട്ട് വരാതിരിക്കാൻ നമ്മളിവിടെ വായിക്കുന്ന കണ്ടോ, ആ ദൂതുമായി വരാതിരിക്കാൻ ഒരാൾ തടസ്സപ്പെടുത്തുകയാണ്. ഭൂമിയിലുള്ള വ്യക്തിയല്ല. ആർക്കും ഗബ്രിയേലിനെ മനുഷ്യനെ തടസ്സപ്പെടുത്താൻ സാധ്യമല്ല. നമ്മൾ കണ്ടു, പാർസി രാജ്യത്തിൻ്റെ രാജാവ് കോരശാണ്. എന്നാൽ ഈ കോരശിന്റെ പുറകിൽ ദൈവം വെളിപ്പെടുത്തി തരികയാണ്. ഗബ്രിയേലിനെ തടസ്സപ്പെടുത്തിയത് ആരാണ്? പാർസി രാജ്യത്തിൻ്റെ പ്രഭു. സൗരന്മാരെ, നിങ്ങൾ കണ്ടോ അത്? സൗരന്മാരെ, നിങ്ങളത് ശ്രദ്ധിച്ചോ? ആരാണത്? ഈ രാജ്യത്തിനൊരു പ്രഭുവുണ്ട്. ഈ രാജ്യത്തിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു പൈശാചിക ശക്തിയുണ്ട്. ആ പൈശാചിക ശക്തിയുടെ പേരാണ് പാർസി രാജ്യത്തിൻ്റെ പ്രഭു. ആ പ്രഭു ആകാശമണ്ഡലത്തിൽ ഗബ്രിയേലിനെ തടസ്സപ്പെടുത്തി നിർത്തി. ഞാനത് വായിച്ചപ്പോൾ ഓർത്തു, അയ്യോ, ഈ പാർസി രാജ്യത്തിൻ്റെ പുറകിലുള്ള പ്രഭു എത്ര ശക്തനാണ്. എന്താ ഞാൻ അങ്ങനെ ചിന്തിച്ചെന്ന് പറയാം. നമ്മൾ 2 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൽ വരുമ്പോൾ അശ്ശൂർ പാളയത്തിൽ ഒരു ദൂതൻ കടന്നു എന്ന് ഒരു രാത്രിയിൽ കൊന്നത് അശ്ശൂർ സൈന്യത്തിൽ 1,85,000 പേരെ. 1,85,000 പേരെ ഒരു ദൂതൻ ഒരു രാത്രിയിൽ കൊന്നുകളഞ്ഞു അശ്ശൂർ പാളയത്തിൽ. അത് നമ്മൾ 2 രാജാക്കന്മാർ 19-ലുണ്ട്. ഞാൻ ഇങ്ങനെ കുറച്ചേരം ആ വാക്യം കൊണ്ടിരുന്നു.
ഒരു രാത്രിക്ക് 10 മണിക്കൂറുണ്ടെന്നിരിക്കട്ടെ, 10 മണിക്കൂറിൽ 1,85,000 എണ്ണത്തിനെ കൊല്ലണമെങ്കിൽ മണിക്കൂറിൽ 18,500 പേരെ കൊന്നിട്ടുണ്ട്. ഞാൻ എന്തിനാ അത് പറഞ്ഞത്? ഒരു ദൂതൻ്റെ ശക്തി ഒന്ന് ആലോചിച്ച്. ഒരു മനുഷ്യനൊന്നും കൊല്ലാനൊക്കെയല്ല. ഒരു മനുഷ്യന് ഒരു സൈന്യത്തിൽ 1,85,000 പേരെയൊന്നും ഒരു രാത്രിയിൽ കൊന്നൊടുക്കാൻ നിവൃത്തിയില്ല. ഒരു മണിക്കൂർ കൊണ്ട് 18,500 പേരെ കൊല്ലാൻ നിവൃത്തിയില്ല. ഈ ദൂതന്മാരിൽ പ്രധാന ദൂതന്മാരാണ് ആര്? ഗബ്രിയേലും മീഖായേലൊക്കെ. അപ്പോൾ ആ ഗബ്രിയേലിനെ അവിടെ തടസ്സപ്പെടുത്തി 21 ദിവസം മുന്നോട്ട് വിടാതെ നിർത്തുന്ന ഒരു പ്രഭുവുണ്ട്. ആ പ്രഭു ആരുടെ പ്രഭുവാണ്? അത് ഇറാന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തിയാണ്. യെസ്, ഇന്ന് നമ്മൾ വാർത്തയിൽ വായിക്കുന്ന ഇറാന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ശക്തി ഈ ശക്തിയാണ്. ഗബ്രിയേലിനെ 21 ദിവസം പിടിച്ചു നിർത്തിയ വളരെ ശക്തനായ ഒരു ദൂതൻ, എന്ന് പറഞ്ഞാൽ വീണുപോയ ദൂതൻ, പൈശാചികൻ ഇതിൻ്റെ പുറകിലുണ്ട്. നമ്മൾ ഓർത്തേ, ഇന്നും നമ്മൾ ഇങ്ങനെ ചിന്തിക്കാൻ വേണമെങ്കിൽ, പ്രപഞ്ചത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കഴിഞ്ഞാൽ ഏറ്റവും വലിയ ശക്തി ലൂസിഫറായിരുന്നു. പ്രപഞ്ചത്തിൽ വലിയ ശക്തി, 4ാമത്തെ ശക്തി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇറാന്റെ പുറകിൽ ഇന്നും ഈ ശക്തി പ്രവർത്തിക്കുകയാണ്. എന്തിനാ ഇപ്പം ഇത് പ്രവർത്തിക്കുന്നത്? ഞാൻ ആ ഭാഗം ഒന്ന് എടുത്തോട്ടെ. എന്തിനാണ് ഇപ്പം പ്രവർത്തിക്കുന്നത്? ഞാൻ മറ്റ് പല കാര്യങ്ങൾ എടുത്തത് വിടുകയാണ്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു വലിയ സംഭവം ഉണ്ടായി ഇറാനിൽ. ഇറാൻ ഭരിച്ചുകൊണ്ടിരുന്നത് മുഹമ്മദ് റസാ ഷാ എന്ന് പറയുന്ന വളരെ ഒരു നല്ല രാജാവായിരുന്നു. ആ രാജാവ് ഇസ്രയേലിനോട് മമതയിലായിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങളോട്, അമേരിക്കയോട് വളരെ മമതയിലായിരുന്നു മുഹമ്മദ് റസാ ഷാ. നമ്മൾ സാധാരണ പറയും ഷാ. അദ്ദേഹം ഏതാണ്ട് 38 വർഷം അവിടെ ഭരിച്ചു. ഈ 38 വർഷം ഭരിച്ചപ്പോൾ ഇസ്രയേലുമായിട്ടും പാശ്ചാത്യ രാജ്യങ്ങളോട് വളരെ അടുപ്പമുള്ള ഒരു രാജ്യമായിരുന്നു ഈ ഇറാൻ. എന്നാൽ എന്നാണ് ഇതിന് വ്യത്യാസം വന്നത്? ഇറാനിൽ ഒരു വിപ്ലവം ഉണ്ടായി. ആ വിപ്ലവം നമ്മൾ പ്രത്യേകം ഓർക്കുക. 1979 ഒരു വിപ്ലവം ഉണ്ടായി. ആ വിപ്ലവത്തിൻ്റെ പേരാണ് ഇസ്ലാമിക് റവല്യൂഷൻ. 79 ഈ വിപ്ലവം ഉണ്ടായിട്ട് മതത്തിൻ്റെ അധിഷ്ഠിതമായ ഒരു ഭരണകൂടം ഇറാനിൽ വന്നു. അന്ന് നാടുകടത്തപ്പെട്ട് കിടന്ന മനുഷ്യനാണ് അയത്തുള്ള ഖൊമേനി. അദ്ദേഹം മടങ്ങി വന്നു. അദ്ദേഹം മടങ്ങി വന്നിട്ട് ഭരണമേറ്റെടുത്തു. ഇറാന്റെ പേര് മാറ്റി ഇസ്ലാമിക് കൺട്രി എന്നുള്ള പേരിലാക്കി മാറ്റി. എന്നാൽ വളരെ ഗൗരവമായി ഓർക്കേണ്ട ഒരു കാര്യം, അയത്തുള്ള ഖൊമേനിയുടെ രഹസ്യ അജണ്ട പുറത്തു വന്നു. ആ രഹസ്യ ഉദ്ദേശം പുറത്തു വന്നു. എന്തായിരുന്നു രഹസ്യ ഉദ്ദേശം? എലിമിനേഷൻ ഓഫ് ഇസ്രയേൽ. ഇസ്രയേലിനെ ഇല്ലായ്മ ചെയ്യുക, ഇസ്രയേലിനെ തുടച്ചു കളയുക. ഇതായിരുന്നു ലക്ഷ്യം. ആ ലക്ഷ്യം വെച്ചിട്ടാണ് ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾ, യമനിലെ ഹൂത്തികൾ, ഗാസയിലെ ഹമാസ്, ലെബനോനിലെ ഹെസ്ബുള്ള, ഇങ്ങനെയുള്ള ഭീകരവാദികൾക്ക് പണവും അതുപോലെ ഉപദേശങ്ങളും കൊടുത്ത് അവരെ വാർത്തെടുത്ത് ഇസ്രയേലിനെ ഇല്ലായ്മ ചെയ്യാൻ ആയുധങ്ങൾ മേടിച്ച് റഷ്യയോട് ചേർന്ന് അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ യുദ്ധങ്ങൾ നടന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇസ്രയേലിനെ ഇങ്ങനെ കളയുവാൻ എന്തിനാണ്, ഇസ്രയേലിനെ ഇല്ലായ്മ ചെയ്യാൻ എന്തിനാണ് സാത്താൻ ഈ പുറകിൽ പ്രവർത്തിക്കുന്ന, നമ്മൾ ഓർത്തതുപോലെ ഇവരുടെ പുറകിൽ പ്രവർത്തിക്കുന്ന ഈ പൈശാചിക ശക്തി പ്രവർത്തിക്കുന്നത്? പറയാം. അതിനൊരു കാരണമുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നതിനെക്കാട്ടിൽ നമുക്ക് ഒരു കാര്യം ബൈബിളിൽ നോക്കിയാൽ കാണാൻ കഴിയുന്നു. എന്തിനാണ് ഇന്ന് ഇറാൻ ഇങ്ങനെ പ്രശ്നമായി മാറിയത്? എടുക്കാം. ആദ്യം മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം എടുക്കാം. ഗദരദേശത്തിലെ ഭൂതഗ്രസ്തനെ കർത്താവ് സുഖപ്പെടുത്തി. ഭൂതങ്ങളൊക്കെ അവനിൽ നിന്ന് പുറത്തു വന്നു. ആ ഭൂതങ്ങൾ കർത്താവിനോട് ചോദിച്ചൊരു വാക്കിൽ, അല്ലെങ്കിൽ
ഒരു വലിയ സത്യം നമുക്ക് മനസ്സിലാകുവാൻ കഴിയുന്നു. 8-ാം അധ്യായത്തിൻ്റെ 28ഉം 29ഉം വാക്യം നോക്കി. അവർ നിലവിളിച്ചു, ദൈവപുത്ര, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? സമയത്തിന് മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ ഇവിടെ വന്നുവോ എന്ന് ചോദിച്ചു. ഭൂതങ്ങൾ അവനോട്, ഈ ഭൂതങ്ങൾ, ഈ ഗദരദേശത്തിലെ ഭൂതഗ്രസ്തൽ നിന്ന് പുറപ്പെട്ടു വന്ന ഭൂതങ്ങൾ കർത്താവിനോട് ചോദിക്കുകയാണ്, സമയത്തിന് മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നോ? അവർക്കറിയാം അവർ ദണ്ഡിപ്പിക്കപ്പെടും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം, ദൈവപുത്രൻ മടങ്ങി വരുമ്പോൾ ആദ്യം ചെയ്യുന്നത് സാത്താനെ അഗാധ കൂപത്തിൽ ബന്ധിക്കുകയാണ്. നീ സമയത്തിന് മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നോ? അവർക്കറിയാം അവരുടെ സമയമായിട്ടില്ല, ഇനിയുമുണ്ട് 2000 വർഷം. ഞങ്ങളെ ഇന്ന് പിടിച്ചു കെട്ടാൻ വന്നതാണെങ്കിൽ എന്തിനാണ് നീ സമയത്തിന് മുമ്പ് വന്നതെന്ന് അവർ ചോദിക്കുകയാണ്. മറ്റൊരു വാക്യം നോക്കിയാട്ടെ, മഹോപദ്രവ കാലഘട്ടത്തിൻ്റെ മധ്യഭാഗം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം എടുത്താട്ടെ, അവിടെ ഈ സാത്താൻ്റെ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, സ്വർഗത്തിൽ യുദ്ധമുണ്ടായി, മീഖായേലും അവൻ്റെ ദൂതന്മാരും സാത്താനും അവൻ്റെ ദൂതന്മാരോടും പടവെട്ടി സ്വർഗത്തിൽ നിന്ന് ഈ സാത്താനെയും ദൂതന്മാരെയും അടിച്ച് താഴെ ഇറക്കി ലോകത്തിൽ വന്നു. 12-ാം വാക്യം നോക്കിയാട്ടെ, ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പിൻ, ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഈ രാത്രിയിൽ ശ്രദ്ധയോടെ കരുതുക. മഹോപദ്രവ കാലഘട്ടത്തിൽ പിശാചുകൾ പറയുന്ന വാക്ക് അവർക്കറിയാം, അവർക്ക് അല്പകാലമേ ഉള്ളൂ എന്നവർക്കറിയാം. 3.5 വർഷം കൂടെ കഴിയുമ്പോൾ യേശുക്രിസ്തു അവരെ ബന്ധിച്ച് അഗാധ കൂപത്തിലിടും. 2000 വർഷം മുമ്പ് സാത്താൻ ഈ പിശാചുകൾ ചോദിച്ചു, സമയത്തിന് മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നോ? അപ്പോൾ ഒരു കാര്യം തീർച്ചയാണ്, പിശാചുക്കൾക്ക് അവരുടെ സമയം അറിയാം. എന്തിനാണ് ഇറാൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന പാർസി രാജ്യത്തിൻ്റെ പ്രഭു ഇന്ന് ഇളകിയിരിക്കുന്നത്? എന്തിനാണ്? ദൈവമക്കൾക്കറിയാത്തൊരു കാര്യം അവർക്കറിയാം. എന്താണ് ആ കാര്യം? അവരുടെ സമയം തീരാൻ പോവുകയാണ്. വളരെ വ്യക്തമായി അവരുടെ സമയം തീരാൻ പോവുകയാണ്. അവരെ പിടിച്ച് ബന്ധിക്കുമെന്നുള്ളതറിയാം. അങ്ങനെ അവരെ പിടിച്ച് ബന്ധിക്കുമെങ്കിൽ എന്തിനാണ് ഈ യഹൂദന്മാരോടുള്ള ഈ വൈരാഗ്യം? എന്തിനാണ് യഹൂദന്മാരോടുള്ള വൈരാഗ്യം? നമ്മൾ അവിടെയുള്ള വാക്യം തന്നെ ശ്രദ്ധിക്കാം. ആ 12-ാം അധ്യായം നോക്കിക്കാട്ടെ. 12-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം തന്നെ ഒന്ന് ശ്രദ്ധിക്കാം. ഈ 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഒരു സ്ത്രീ, അവള് ഒരാൺകുട്ടിക്ക് ജന്മം കൊടുത്തു. ആരാണ് ഈ ആൺകുട്ടി? ആൺകുട്ടി ആരാണെന്ന് അതിൻ്റെ 3-ാം വാക്യത്തിലുണ്ട്. നോക്കിയാട്ടെ, സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി, 7 തലയും 10 കൊമ്പും, തലയിൽ 7 5-ാം വാക്യം. അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ളൊരു ആൺകുട്ടിയെ പ്രസവിച്ചു. അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കേണ്ട ആൺകുട്ടിക്ക് ജന്മം കൊടുത്തു. ആരാണ് ആ ആൺകുട്ടി? നമ്മുടെ കർത്താവാണ്. ആരാണ് ജന്മം കൊടുത്തത്? മറിയാണോ? അല്ല. ഇവിടെ പറയുന്ന ഈ സ്ത്രീ ആരാണ്? ഇസ്രായേൽ രാഷ്ട്രമാണ്. നമ്മൾ യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ അതിൻ്റെ 6-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, നമുക്ക് ഒരു ശിശു നൽകപ്പെട്ടു. ഏകവചനമല്ല, നമുക്ക്. Unto us a son is given. ഇസ്രായേൽ രാഷ്ട്രത്തിനൊരു പുത്രനെ കൊടുത്തു. നമ്മൾ വീണ്ടും റോമലേഖനം അതിൻ്റെ 9:5 വായിക്കുന്നുണ്ട്, ജഡപ്രകാരവും ക്രിസ്തുവും അവരിൽ നിന്നാണ് ജനിച്ചത്. ഈ സകല ലോകത്തെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കേണ്ട ആൺകുട്ടിക്ക് ജന്മം കൊടുത്ത രാഷ്ട്രമാണ് ഇസ്രായേൽ രാഷ്ട്രം. പൗലോസ് ചോദിക്കുന്നുണ്ട്, ഇവരുടെ പ്രത്യേകത എന്താണ്? യഹൂദന് വല്ല വിശേഷമുണ്ടോ? റോമലേഖനം 3-ാം അധ്യായത്തിൽ വായിക്കുന്നു, വളരെയുണ്ട്. ഒന്നാമത്, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവരുടെ പക്കലാണ് കൊടുത്തത്. ദൈവവചനം നമുക്ക് നൽകിയത് യഹൂദരാണ്. യേശുക്രിസ്തുവിനെ നമുക്ക് നൽകിയത് യഹൂദ രാഷ്ട്രമാണ്. ഈ രാഷ്ട്രമാണ് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. ഈ സാത്താനെ 20-ാം അധ്യായത്തിൽ വരുമ്പോൾ, അവൻ മടങ്ങി വരുമ്പോൾ
ആദ്യം ചെയ്യുന്നത് 20-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ അവൻ അഗാധ കൂപത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 3-ാം വാക്യത്തിൽ 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ പിശാചും സാത്താനുമെന്ന പഴയ പാമ്പായ സർപ്പത്തെ പിടിച്ച് കെട്ടി അഗാധ കൂപത്തിൽ പൂട്ടും. അതുകൊണ്ടാണ് സാത്താൻ ചോദിച്ചത്, പിശാചുക്കൾ ചോദിച്ചത്, സമയത്തിന് മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നതാണോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം തീർത്ത് ഞാൻ പറയട്ടെ. ഇറാന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന വളരെ വലിയ ശക്തിയുള്ള ഒരു ദുരാത്മാവുണ്ട്. ആ ദുരാത്മാവിനറിയാം സമയം തീരാൻ പോകുന്നു, സമയം തീരാൻ പോവുകയാണ്. അതുകൊണ്ട് എന്ത് നടന്നു? ഇസ്രയേലിനെതിരെ ഈ ആൺകുട്ടിക്ക് ജന്മം കൊടുത്ത അവളെ പിടിച്ചു കെട്ടി നിത്യനരകത്തിൽ ബന്ധിക്കുവാൻ, അഗാധ കൂപത്തിൽ ബന്ധിക്കുവാൻ പോകുന്ന യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് അടുത്തു കഴിഞ്ഞു. സാത്താൻ തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ ഇറങ്ങി വന്നു. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, സാത്താന് മനസ്സിലായി കഴിഞ്ഞു അവൻ്റെ സമയം തീരാറായി. ദൈവമക്കളെ സംബന്ധിച്ച് എങ്ങനെയാണ്? ഇറാൻ ഇതുകൊണ്ട് തീരില്ല. ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കും. ഇപ്പം വലിയ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അമേരിക്ക ഇപ്പം ബോംബ് ചെയ്യുമെന്നൊക്കെ പറയുന്നു. എന്നാൽ നടക്കുമോ എന്ന് നമുക്കറിയില്ല. കാരണം ഇറാൻ്റെ കയ്യിൽ വലിയ ആയുധങ്ങളുണ്ട്. ന്യൂക്ലിയർ ബോംബ് വരെ ഉണ്ടോ എന്ന് സംശയിക്കപ്പെടുന്നു. എന്നാൽ ബൈബിള് നമുക്ക് വ്യക്തമായ ഒരു വെളിപ്പാട് തരുന്നുണ്ട്. റഷ്യയോട് ചേർന്ന് ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കും. ഞാൻ ആ ഭാഗം എന്തെടുത്തോട്ടെ, പെട്ടെന്ന് ഓടിച്ച് നമുക്ക് പോകാം. എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായം നോക്കിക്കട്ടെ. എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായം ഏതാണ്ട് 2600 വർഷം മുമ്പ് പ്രവാചകനായ എസെക്കിയേലിലൂടെ ദൈവം വെളിപ്പെടുത്തി. ആ 38-ാം അധ്യായം 38-ഉം 39-ഉം അധ്യായത്തിലെ വിഷയം ഒരു വിഷയമാണ്. എന്നാൽ ഇവിടെ 38-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് റഷ്യയെക്കുറിച്ചുള്ള പ്രവചനമാണ്. ഞാൻ ആ പ്രവചനം റഷ്യയാണെന്നുള്ളത് തെളിയിക്കാനായിട്ടൊന്നും ഇപ്പോൾ തുനിയുന്നില്ല. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാനത് തെളിയിച്ചു തരാം. എന്നാൽ ഇവിടെ ദൈവം പറയുന്നത് നോക്കിയാട്ടെ, 7-ാം വാക്യം, നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹവും ഒരുങ്ങിക്കൊള്ളുക, നീ അവർക്ക് മേധാവിയായിരിക്കുക. റഷ്യയോട് ദൈവം പറയുകയാണ്, യു ബി എ ലീഡർ ഫോർ ദീസ് പീപ്പിൾ. ഈ രാഷ്ട്രങ്ങൾക്ക് നീ ഒരു തലവനായിരിക്കുക. ആരാണ് ഈ രാഷ്ട്രങ്ങൾ? റഷ്യയുടെ അടുക്കൽ ചേരുന്ന രാഷ്ട്രങ്ങൾ ആരാണ്? എൻ്റെ പ്രിയ കേൾവിക്കാരോട് ഞാൻ പറയട്ടെ, ഈ പ്രവചനം ഇവിടെ രേഖപ്പെടുത്തുന്നത് ഇന്നേക്ക് 2600 വർഷം മുമ്പാണ്. സ്വർഗത്തിലെ ദൈവം പേര് പറയുകയാണ്, റഷ്യയോട് പറയുന്നു, നീ അവർക്ക് മേധാവിയാകണം. യു ബി ദ ലീഡർ ഫോർ ദീസ് പീപ്പിൾ. ഞാൻ എന്തിനാ അത് വായിച്ചെന്ന് പറയാം. നമ്മൾ ജീവിക്കുന്ന ഇന്ന് ഇസ്ലാം രാജ്യം 2ആയി മാറി. നിങ്ങൾ ശ്രദ്ധിച്ചോ? 1948-ലെ യുദ്ധം, 1956-ലെ യുദ്ധം, 1967-ലെ യുദ്ധം, 1973-ലെ യുദ്ധം, 1982-ലെ യുദ്ധം, ഈ യുദ്ധങ്ങൾ നടക്കുമ്പോഴൊക്കെ അറബി രാജ്യങ്ങൾ ഒന്നിച്ച് നിൽക്കുകയാണ്. ഇസ്ലാമിക് രാജ്യങ്ങൾ ഒന്നിച്ച് ഇസ്രയേലിനെ തുടച്ചു കളയാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം നോട്ട് ചെയ്തു, ഇറാൻ ഈ മിസൈലുകൾ ഇസ്രയേലിന് നേരെ അയക്കുമ്പോഴൊക്കെ ഒരു കൂട്ടം രാജ്യങ്ങൾ മൗനമായിരുന്ന് ഇതിനെതിരെ ശബ്ദമുയർത്തി. ജോർദാൻ, സൗദി അറേബ്യ, UAE, ബഹ്റിൻ, ഈ രാജ്യങ്ങളൊക്കെ ശബ്ദമുയർത്തി. അവരൊന്നും ഈ യുദ്ധത്തിൽ അവരോട് ചേരുന്നില്ല. എൻ്റെ സഹോദരി സഹോദരന്മാരെ, 2600 വർഷം മുമ്പ് സ്വർഗത്തിലെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നു, ഇസ്ലാം രാജ്യം ഇങ്ങനെ രണ്ടായി തിരിയും. ഇവിടെ നോക്കിയാട്ടെ, റഷ്യയോട് പറഞ്ഞു, നീ അവർക്ക് മേധാവിയാകണം. നമ്മൾ ജീവിക്കുന്ന ഈ നാളുകളിൽ എന്നാണ് ഇത് 2 ചേരിയായത്? 2020 അബ്രഹാം അക്കോർഡ് വന്നതോടുകൂടെ ഈ പ്രവചനം നമ്മുടെ നാടുകളിൽ നിവർത്തിക്കപ്പെടുകയാണ്. അയ്യോ, ഇതെന്ത് ഗൗരവമാണ്, എന്ത് ഗൗരവമാണ്!
റഷ്യയോടുകൂടെ ആരൊക്കെ മാർച്ച് ചെയ്തു വരും? അതിൻ്റെ 5-ാം വാക്യം ഒന്ന് വായിച്ചേ ബ്രദറെ. 5-ാം വാക്യം. അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയും തലകോരുകയും ധരിച്ച പാർസികൾ, കൂശ്യർ, പൂത്യർ, ഗോമേരും അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും. ഈ പേരുകൾ ദൈവം പറയുമ്പോൾ ആദ്യം പറയുന്ന പേര് പാർസികൾ, പേർഷ്യ, ഇറാൻ. റഷ്യയോടുകൂടെ ഇസ്രയേലിനെ ആക്രമിക്കുവാൻ ആദ്യം കൂടിയിരിക്കുന്ന രാജ്യം പേർഷ്യയാണ്. ഒരു കാലഘട്ടത്തിൽ ഇമ്പീരിയൽ സ്റ്റേറ്റ് ഓഫ് ഇറാൻ ഷാ ഭരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അത് മാറി ഇന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനായി. തീവ്രവാദത്തിന് അവർ കൊടുത്തു. ഷിയായിറ്റ് വിശ്വാസം അവിടെ കടന്നു വന്നു. യഹൂദനെ തുടച്ചു കളയണം, യഹൂദൻ ഭൂമിയിൽ ഇല്ല, വേണ്ട, അവനെ തുടച്ചു കളയുവാൻ ഭീകരവാദികളെ വളർത്തിയെടുത്ത ആദ്യത്തെ രാജ്യം. സ്വർഗത്തിലെ ദൈവം ആ പേര് പറഞ്ഞു. റഷ്യയോടുകൂടെ ആദ്യം മാർച്ച് ചെയ്തു വരുന്നത് ഇറാൻ. ഈ യുദ്ധം നടക്കാൻ പോവുകയാണ്. രണ്ടാമത് പറഞ്ഞ പേര് നോക്കിയാട്ടെ, കൂഷ്യർ. കൂഷ്, ചില ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചാൽ എത്യോപ്യ. ഞാൻ ഈ വിഷയങ്ങളിരുന്ന് ധ്യാനിക്കുകയും പഠിക്കുകയും അപഗ്രഥിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ കൂഷ്യരെന്ന് പറഞ്ഞാൽ ആഫ്രിക്കയുടെ വടക്കേ ഭാഗത്തുള്ള ചില രാജ്യങ്ങളാണ്, പ്രത്യേകിച്ച് എത്യോപ്യയും സുഡാനുമൊക്കെ. നിങ്ങൾ കണ്ടോ, ഹേലി സെലാസി ചക്രവർത്തി ഭരിച്ചിരുന്ന എത്യോപ്യ, അദ്ദേഹം നാടുകടത്തപ്പെട്ടു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു. ഇന്നത് തീവ്രവാദികളുടെ കയ്യിലാണ്. സുഡാൻ നമുക്കറിയാം, നോർത്തേൺ സുഡാൻ. ഇന്ന് ആ സുഡാന്റെ പേര് റിപ്പബ്ലിക് ഓഫ് സുഡാൻ. ബിൻ ലാദനെ 5 വർഷം സൂക്ഷിച്ച സ്ഥലം. സാദം ഹുസൈൻ സ്കഡ് മിസൈൽ അയച്ചപ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്ത സ്ഥലം ഈ സുഡാനാണ്. സുഡാൻ തീവ്രവാദത്തിന് കൊടുത്ത രാജ്യം. മൂന്നാമത് ദൈവം പറഞ്ഞ പേര് പൂത്യര്. ഇംഗ്ലീഷ് ബൈബിളിൽ വായിച്ചാൽ ലിബിയ. നിങ്ങൾക്കറിയാം, 2011 വരെ ഭരിച്ചിരുന്നത് കേണൽ ഗദാഫിയാണ്. ഗദാഫി കൊല്ലപ്പെട്ടു. ഗദാഫി കൊല്ലപ്പെട്ട ശേഷം ഇന്ന് അവിടെ ഭരിക്കുന്നത് ആരാണ്? ISIS എന്ന് പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ. ഒരു സാമ്രാജ്യം, മുസ്ലിങ്ങളുടെ സാമ്രാജ്യം. ഇറാഖും സിറിയയും കൂടെ ചേർത്ത് പണിതെടുക്കാൻ ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് ISIS. അവരോടുകൂടിയുള്ള ഭീകരവാദികളുടെ കയ്യിലാണ് ഇപ്പോൾ ഏത്? ലിബിയ. ഇവിടെ പൂത്യരെന്ന് പറയുമ്പോൾ അനേക പണ്ഡിതർ പറയുന്നു ടുണീഷ്യയും അൾജീരിയയും ഒക്കെ അതിനകത്ത് ഉൾപ്പെടും. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ രാഷ്ട്രങ്ങളെല്ലാം തീവ്രവാദത്തിന് കൊടുത്ത രാജ്യങ്ങളാണ്. ഇനിയും പറഞ്ഞു, വേറെ ഒരു രാജ്യം പറഞ്ഞു, ഗോമർ. ആരാണ് ഈ ഗോമർ? ഗോമർ ആരാണ്? നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഗോമർ എന്ന് പറയുന്നത് മാഗോഗ്, മേശക്ക്, തൂബൽ എന്ന് ഈ അധ്യായത്തിൽ തന്നെ പറഞ്ഞ രാജ്യങ്ങളൊക്കെ ടർക്കി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രദേശമാണ്. ഗോമർ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ടർക്കിയുടെ ഏതാണ്ട് മധ്യഭാഗം. നമ്മുടെ ബൈബിളിലെ ഗലാത്യർ എന്ന് പറയുന്ന സ്ഥലമാണത്. ഗലാത്യ സ്ഥലം. ടർക്കി ആരാ ഭരിക്കുന്നത്? AKP എന്ന് പറയുന്ന മുസ്ലിം ഒരു മുസ്ലിം തീവ്രവാദികൾ ഭരിക്കുകയാണ്. വീണ്ടും നമ്മൾ നോക്കുക, ഒരു പേരൂടെ പറഞ്ഞു, വടക്കേ അറ്റത്തുള്ള തോഗർമഗൃഹം. ആരാണിത്? ദൈവവചനത്തിൽ വായിക്കുന്നു, വടക്കേ അറ്റം. റഷ്യ വടക്കേ അറ്റത്താണ്. വടക്കേ അറ്റത്ത് കിടക്കുന്ന തോഗർമഗൃഹം ആരാണ്? റഷ്യ 1991 റഷ്യ USSR തകിടം മറിഞ്ഞപ്പോൾ അവിടെ ഏതാണ്ട് 16 സംസ്ഥാനങ്ങൾ പുതുതായി മാറി. അതിൽ 7 ഇസ്ലാമിക് രാജ്യങ്ങളാണ്. ഞാൻ അവരുടെ പേരുകൾ മാത്രം പറഞ്ഞു പോകാം. അസർബൈജാൻ, കിർഗിസ്ഥാൻ, ഉസ്ബാക്കിസ്ഥാൻ, തജാക്കിസ്ഥാൻ, ടർക്കിമിസ്ഥാൻ, കസാക്കിസ്ഥാൻ, ചെച്ചൻസ്. ഇതിൽ ഏതാണ്ട് 5 രാജ്യങ്ങൾ ഈ റഷ്യയുടെ തെക്ക് ഭാഗത്തുള്ള മാഗോഗ് ദേശത്തിലെ രാജ്യങ്ങളാണ്. ബൈബിളിൽ തീർത്തു പറയുന്നു വടക്കേ അറ്റത്തുള്ള തോഗർമഗൃഹം. ഞാനിവിടെ നിർത്തട്ടെ. ഇവിടെ പറഞ്ഞ രാജ്യങ്ങൾ റഷ്യയോട് കൂടെ ചേർന്ന് ഇസ്രയേലിനെ ആക്രമിക്കുന്ന രാജ്യങ്ങളാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് ഈ രാജ്യങ്ങളെല്ലാം തീവ്രവാദത്തിന് കൊടുക്കപ്പെട്ട ഇസ്ലാമിക് രാജ്യങ്ങൾ റഷ്യയുടെ ചേരിയിലായി കഴിഞ്ഞു. മറ്റേ ഭാഗം നമുക്കൊന്ന് നോക്കി അവിടം വിടാം.
നോക്കുക, ഈ ആക്രമണം നടക്കുമ്പോൾ 13-ാം വാക്യം നോക്കി. അതിൻ്റെ 13-ാം വാക്യം. ശെബയും ദേദാനും തർശീഷ് വർത്തകന്മാരും അതിലെ സകല ബാലസിംഹങ്ങളും നിന്നോട് നീ കൊള്ളയിടുവാനോ വന്നത്? കവർച്ച ചെയ്യുവാനും വെള്ളിയും പൊന്നും എടുത്തുകൊണ്ടു പോകുവാനും കന്നുകാലികളെയും ധനത്തെയും അപഹരിപ്പാനും ഏറ്റവും വലിയ കൊള്ള നടത്തുവാനും ആകുന്നുവോ നീ നിന്റെ സമൂഹം? നോക്കുക, വേറെ ഒരു സമൂഹം, ഇസ്ലാമിക് രാജ്യങ്ങളിൽ വേറെ ഒരു ഭാഗം, അവരാരുടെ കൂടെ നിൽക്കുക? തർശീശ് വർത്തകന്മാരോട് കൂടെ. ആരാണത്? ബൈബിളിൽ നമുക്ക് പരിശോധിച്ച് നോക്കാം. ആരാണ് ഈ ശേബയും ദേദാനും എന്നുള്ളത് ആദ്യമൊന്ന് പരിശോധിക്കാം. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം ഒന്ന് എടുത്താട്ടെ. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം. നമുക്ക് അല്പം വേഗത്തിലൊന്ന് ഓടിച്ചു പോകാം. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം. അവിടെ വരുമ്പോൾ ഈ 25-ാം അധ്യായത്തിൽ സാറ മരിച്ച ശേഷം അബ്രഹാം കെത്തൂറ എന്ന് പറയുന്ന വേറെ ഒരു സ്ത്രീയെ പരിഗ്രഹിക്കുന്നു. അവൾക്ക് 6 ആൺമക്കൾ ഉണ്ടാകുന്നു. അതിൽ 2-ാമത്തെ മകൻ്റെ പേരാണ് യൊക്താൻ. യൊക്താൻ്റെ മക്കളുടെ പേര് 3-ാം വാക്യത്തിലുണ്ട്. യൊക്താൻ ശേബയും ദേദാനെയും ജനിപ്പിച്ചു. നമ്മുടെ വിഷയം ആരാണ് യൊക്താൻ? ശേബയും ദേദാനും ആരാണ്? ശേബയും ദേദാനും തർശീശ് വർത്തകന്മാരും. നമുക്കിനി നോക്കാം. ഈ ശേബയും ദേദാനും അബ്രഹാം ജീവിച്ചിരിക്കുമ്പോൾ നാം വായിക്കുന്നു 5-6 വാക്യം. അബ്രഹാം തനിക്കുള്ളതൊക്കെ ഇസ്ഹാക്കിന് കൊടുത്തു. അബ്രഹാമിനുണ്ടായിരുന്ന വെപ്പാട്ടികളുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങൾ കൊടുത്തു. താൻ ജീവനോടിരിക്കുമ്പോൾ തന്നെ അവരെ തൻ്റെ മകനായ ഇസ്ഹാക്കിൻ്റെ അടുക്കൽ നിന്ന് കിഴക്ക് ദേശത്തിലേക്ക് അയച്ചു. ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ദൈവവചനത്തിൽ ഒരു വാക്ക് പോലും അവിചാരിതമായി വന്നിട്ടില്ലേ? ഇവിടെ വായിക്കുന്ന കണ്ടോ? ഇസ്ഹാക്കിന് കൊടുത്തു ഇസ്രായേലിൻ്റെ പ്രദേശം. അബ്രഹാമിൻ്റെ വെപ്പാട്ടികൾ കെത്തൂറയുടെ മക്കളും ഹാഗാറിൻ്റെ മക്കളും അവർക്ക് എവിടെ സ്ഥലം കൊടുത്തത്? കിഴക്കോട്ട്. ഇസ്ഹാക്കിൻ്റെ അടുക്കൽ നിന്ന് കിഴക്ക് ദേശത്തിലേക്ക് അയച്ചു. ഒരു മാപ്പ് എടുത്തു നോക്കിയേ. ബൈബിളിൻ്റെ പുറകിൽ ഒരു മാപ്പുണ്ട്, നിങ്ങളൊന്ന് എടുത്തു നോക്കിയേ. അവിടെ നിങ്ങൾക്കൊരു കാര്യം കാണാം. ഇസ്രയേലിൻ്റെ കിഴക്ക് കിടക്കുന്ന ഭാഗം അറേബ്യൻ മരുഭൂമിയാണ്. ഈ ശേബയുടെയും ദേദാന്റെയും ഹാഗറിൻ്റെയും മക്കളായ ഇസ്മായേലിൻ്റെ സന്തതികൾ പാർത്തത് ഇവിടെയാണ്, അറേബ്യൻ മരുഭൂമിയിലാണ്. ഏതൊക്കെ ആളുകൾ അവിടെ പാർക്കുന്നേ? ഈ അറേബ്യൻ മരുഭൂമി എന്നെടുത്തേ. സൗദി അറേബ്യ, ബഹ്റിൻ, ഖത്തർ, ഒമാന്, യമന്, ഇങ്ങനെ പറയുന്ന ഈ രാജ്യങ്ങളെല്ലാം ഈ അറേബ്യൻ മരുഭൂമിയുടെ പ്രദേശത്ത് ദൈവജനത്തിൽ രേഖപ്പെടുത്തിയ പോലെ ആയിത്തീർന്നു. അബുദാബി, ദുബായ്, ഈ രാജ്യങ്ങളൊക്കെ നമ്മൾ ജീവിക്കുന്ന നാളുകൾ. 2020 ഓഗസ്റ്റിൽ അബ്രഹാം അക്കോർഡെന്ന് പറഞ്ഞ് അബുദാബിയും UAE-യും ബഹ്റിനുമൊക്കെ ഇസ്രയേലിനോട് സമാധാന ഉടമ്പടി ഒപ്പുവെച്ചു. നയതന്ത്ര ബന്ധം ആരംഭിച്ചു. 1 വർഷത്തിനുള്ളിൽ 5000 UAE-യിലെ 5000 യഹൂദന്മാർക്ക് റെസിഡൻസ് പെർമിറ്റ് കൊടുത്തു. മറ്റനേക യഹൂദന്മാർക്ക് അവിടെ വിസിറ്റിംഗ് വിസ കൊടുത്തു. ഞാൻ വായിച്ചു, ഒരു യഹൂദ സ്ത്രീയെ ഒരു അറബിക്ക് അവരുടെ കിഡ്നി ഡൊണേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത പോലെ ഈ അറേബ്യൻ മരുഭൂമിയിലുള്ള രാജ്യങ്ങൾ ഇസ്രയേലിനോട് സമാധാനത്തിലായി. അവര് ആരുടെ പക്ഷത്തിലാണെന്നാ വായിച്ചത്? തർശീശ് വർത്തകന്മാർ. അതിൻ്റെ ബാലസിംഹങ്ങൾ ആരാണ്? തർശീശ് വർത്തകന്മാർ. നമ്മളൊന്ന് നോക്കിക്കേ. നമ്മൾ ഈ അറേബ്യൻ രാജ്യങ്ങളെ പരിശോധിക്കുമ്പോൾ ഈ അറേബ്യൻ രാജ്യങ്ങളിൽ എണ്ണ കണ്ടുപിടിച്ചത് ആരാണ്? ബ്രിട്ടനും അമേരിക്കയും ഒക്കെയാണ്. നമ്മൾ ഒറ്റ വാക്യം പെട്ടെന്നൊന്ന് ഓടിച്ച് ചിന്തിക്കാം. എസെക്കിയേൽ 27:12. എസെക്കിയേൽ പ്രവചനം 27:12. തർശീഷ് സകലവിധ സമ്പത്തിൻ്റെയും പെരുപ്പം നിമിത്തം നിന്റെ വ്യാപാരിയായിരുന്നു. വെള്ളി, ഇരുമ്പ്, വെള്ളീയം, കാരിയം എന്നിവ അവർ നിന്റെ ചരക്കിന് പകരം തന്നു. തർശീശുകാർ കപ്പലിൽ വ്യാപാരം ചെയ്തു. അവർ വ്യാപാരം ചെയ്തത് ഇരുമ്പും വെള്ളീയവും കാരിയമൊക്കെയാണ്. നിങ്ങൾക്കറിയാമോ ബ്രിട്ടൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ബ്രിട്ടൻ എന്ന വാക്കിൻ്റെ അർത്ഥം ബാരിറ്റാനിയ ടിൻ മെർച്ചൻസ് എന്നാണ്.
ടിന്ന് കച്ചവടം ചെയ്യുന്നവർ. എൻ്റെ സഹോദരന്മാരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവവചനം ശേബയും ദെദാനും അതിൻ്റെ ബാലസിംഹങ്ങളും ആരാണ്? ഈ ബാലസിംഹങ്ങൾ ശേബയും ദാദാനും തർശീശ് വർത്തകന്മാരും അതിൻ്റെ ബാലസിംഹങ്ങളും. അമേരിക്കക്കാരാരാണ്? യൂറോപ്പിൽ നിന്ന് കുടിയേറിയവരാണ്. 17-ാം നൂറ്റാണ്ടിൽ അവിടെ താമസിച്ചത് റെഡ് ഇന്ത്യൻസ് ആണ്. എന്നാൽ റെഡ് ഇന്ത്യൻസിൻ്റെ സ്ഥലം സായിപ്പന്മാരെ കൈവശപ്പെടുത്തി. 17-ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻസ് അവിടെ കുടിയേറി. ഓസ്ട്രേലിയയിൽ ബ്രിട്ടനിൽ നിന്ന് പോയവർ കുടിയേറി. ഓസ്ട്രേലിയ, അമേരിക്ക, കാനഡ, ന്യൂസിലൻഡ് മുതലായ രാജ്യങ്ങൾ തർശീശ് വർത്തകന്മാരുടെ ബാലസിംഹങ്ങളാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഈ അറേബ്യൻ രാജ്യങ്ങൾ ഇന്ന് ആരുടെ പക്ഷത്തിലാണ്? റഷ്യയുടെ പക്ഷമാണോ? അമേരിക്കയുടെ പക്ഷമാണോ? അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും പക്ഷമാണ്. ബൈബിളിൻ്റെ നിസ്തുല്യത ശ്രദ്ധിക്കുക. എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായത്തിൽ 2600 വർഷം മുമ്പ് ഇസ്രയേലിനെ ആക്രമിക്കുന്നത് റഷ്യയും ഇറാനും ഇറാൻ്റെ കൂടെ തീവ്രവാദത്തിന് കൊടുത്ത ഇസ്ലാമിക് രാജ്യങ്ങൾ ആക്രമിക്കുമ്പോൾ മിതവാദികളായ സുന്നി മുസ്ലിങ്ങൾ ബ്രിട്ടനോടും അമേരിക്കയോടും ചേർന്ന് നിന്ന് ഇതിനെ എതിർക്കുന്നു. ഞാൻ അവിടെ നിർത്തുകയാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഇന്ന് ഈ ചേരി ഉടലെടുത്ത് കഴിഞ്ഞു. ഇറാനെ സാത്താൻ പ്രേരിപ്പിച്ച് പൈശാചിക ശക്തി പാർസി രാജ്യത്തിൻ്റെ പ്രഭു അവനെ ഉണർത്തി ഇസ്രയേലിനെ നിഗ്രഹിച്ചു കളയുവാൻ പദ്ധതികൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഇന്ന് കാണുന്ന യുദ്ധത്തിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് ഈ പൈശാചിക ശക്തിയാണ്. നമ്മൾ വന്നെത്തിയത് ഗൗരവമേറിയ ഒരു നാളിലാണ്. ഈ യുദ്ധങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ ഈ ദൈവവചനമെടുത്ത് ധ്യാനിച്ചു നോക്കുക. റഷ്യയുടെ കൂടെ ഈ രാജ്യങ്ങൾ ചേർന്ന് നിൽക്കുമ്പോൾ അമേരിക്കയോടും ബ്രിട്ടനോടും കൂടെ ചേർന്ന് നിൽക്കുന്ന മറുഭാഗത്തിലുള്ള രാജ്യങ്ങൾ അവർ മിതവാദികളായി, അവർ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളായി ഞാൻ നിങ്ങൾ ജീവിക്കുന്ന ദിവസങ്ങളിലായി മാറിക്കഴിഞ്ഞു. നമ്മുടെ കർത്താവ് മടങ്ങി വരികയാണ്. കാര്യങ്ങൾ ഇത്ര ഗൗരവമായി ഒരുക്കപ്പെട്ടെങ്കിൽ എത്ര നാൾ നമ്മുടെ മുന്നിലുണ്ടെന്ന് അറിഞ്ഞുകൂടാ. നമ്മളെ നനച്ചിരിക്കാത്ത നാഴികയിൽ ദൈവപുത്രൻ മടങ്ങി വരും. പ്രിയപ്പെട്ടവരെ, ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും ഉണരുകയും നമ്മളെ തന്നെ ഒരുക്കുകയും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും നമ്മളെ തന്നെ വിശുദ്ധരായി നമ്മുടെ കർത്താവിനെ മുഖാമുഖമായി കാണുവാൻ ഒരുങ്ങുകയും ചെയ്യുവാൻ ദൈവം നമുക്ക് വളരെ 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 കൃപ തന്ന് നമ്മളെ സഹായിക്കട്ടെ. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെടാതെ ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ, ഇന്ന് വരെയും ഒരു തീരുമാനമെടുക്കാതിരിപ്പുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ മനസ്സിൽ പ്രേരണ തോന്നിയ ഒരു വാക്യം വായിച്ച് ഞാൻ ചില കാര്യങ്ങൾ കൂടെ ഓർപ്പിച്ച് എൻ്റെ പ്രസംഗം നിർത്തിക്കൊള്ളാം. ലോകപ്രസിദ്ധമായ ഒരു വാക്യം, ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം. നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാനിത് വായിക്കുകയാണ്. രക്ഷിക്കപ്പെട്ടവരെ ആസ്വദിപ്പാൻ ആ വാക്യം നമ്മളെ അനുവദിക്കും. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16 തൊട്ട് താഴോട്ട് വായിക്കണം. എന്നാൽ 16-ാം വാക്യം മാത്രം ഞാൻ വായിക്കുന്നു. കാണാതെ ഏറിയ പങ്ക് വിശ്വാസികൾക്കറിയാം. തൻ്റെ ഏകജാതനായി പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ പഴയ നിയമ ഏടുകൾ രേഖപ്പെടുത്തിയത് എബ്രായ ഭാഷയിലാണ് ഏറിയ പങ്കും. നമ്മുടെ ബഹുമാന്യനായ മാത്യു പോൾ സഹോദരൻ എബ്രായ ഭാഷയിൽ വളരെ വളരെ സാമർഥ്യമുള്ളൊരു വ്യക്തിയായിരുന്നു. ഞാനും അദ്ദേഹം കൂടെ ഇരുന്ന് സംസാരിച്ചപ്പോൾ എന്നെ ഭരിച്ച ഒരു ചിന്ത ഞാൻ പറയാം. അദ്ദേഹം എന്നോട് പറഞ്ഞു, പഴയ നിയമ ഏടുകളിൽ സ്നേഹം, ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നെന്നുള്ള വാക്ക് അഹബ് എന്ന വാക്കാണ്. അഹബ് എന്ന വാക്ക്, അഹബ് എന്ന വാക്കിൻ്റെ അർത്ഥം കത്തുന്നു എന്നാണ്. ജ്വലിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു അഗ്നിയെ പോലെ കത്തുകയാണ് ആ സ്നേഹം. ദൈവം നമ്മളെ സ്നേഹിക്കുന്നെന്ന് പറയുമ്പോൾ മനുഷ്യനടക്കാൻ വയ്യാത്ത സ്നേഹം. ഞാൻ ഉത്തമഗീതത്തിൽ നിന്ന് ആ സ്നേഹത്തിൻ്റെ വരികളൊന്ന് കാണിച്ചോട്ടെ. ഉത്തമഗീതം, അവിടെ ബൈബിളിൽ ഉത്തമഗീതത്തിൽ യഹോവ എന്നുള്ള പേര് കടന്നു വന്ന ഒറ്റ വാക്യമേ ഉള്ളൂ. ആ വാക്യമാണ് ഞാൻ വായിക്കുന്നത്. അതിൻ്റെ 8-ാം അധ്യായം
അതിൻ്റെ 6-ാം വാക്യത്തിൻ്റെ അവസാനം, 6-ാം വാക്യത്തിൻ്റെ മധ്യഭാഗം, പ്രേമം മരണം പോലെ ബലമുള്ളത്, പതിവിരുദ്ധ ശങ്ക പാതാളം പോലെ കടുപ്പമുള്ളത്, അതിൻ്റെ ജ്വലനം അഗ്നിജ്വലനം, ദിവ്യ ജ്വലനം തന്നെ. ഏറിയ വെള്ളങ്ങൾക്ക് പ്രേമത്തെ കെടുപ്പാൻ പോരാ, നദികൾ അതിനെ മുക്കിക്കളയില്ല. ഒരുത്തൻ തൻ്റെ ഗൃഹത്തിലെ സർവസമ്പത്തും പ്രേമത്തിന് വേണ്ടി കൊടുത്താലും അവനെ നിന്ദിച്ചു കളയും. ഇവിടെ വായിക്കുന്നു ദിവ്യജ്വലനം. ദിവ്യജ്വലനം, ആ വാക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശലബത്ത് യാഹ്, ദ ഫയർ ഓഫ് യഹോവ, യഹോവയുടെ അഗ്നി. അഹമെന്ന വാക്ക് ദൈവം നമ്മളെ സ്നേഹിക്കുന്നെന്ന് പറയുമ്പോൾ അവൻ്റെ ഉള്ളിൽ കത്തുന്ന സ്നേഹം. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഇവിടെ വായിക്കുന്നത് എന്താണ്? ആ ദിവ്യജ്വലനം. ആ ദിവ്യജ്വലനത്തിന് എബ്രായ ഭാഷയിൽ എഴുതിയിരിക്കുന്ന വാക്ക് ശലബത്ത് യാഹ്, യഹോവയുടെ അഗ്നി. ആ അഗ്നിയെ കെടുത്തുവാൻ ഏറിയ വെള്ളങ്ങൾക്ക് കഴിയില്ല, നദികൾ അതിനെ മുക്കിക്കളയില്ല. ദൈവം നിങ്ങളെ അത്ര ആഴമായി സ്നേഹിക്കുന്നു, തൻ്റെ പുത്രനെ ക്രൂശിലേക്ക് അയക്കുന്നു. പത്രോസ് പറഞ്ഞു, അരുത്, യെരൂശലേമിൽ ഞാൻ ക്രൂശിക്കപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, അരുത്. അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ കർത്താവ് പത്രോസിനെ ശാസിക്കുകയാണ്. ആ സ്നേഹം അവൻ്റെ ഉള്ളിൽ ജ്വലിച്ചു. എഫേസ്യ ലേഖനം 5 നമ്മൾ വായിക്കുന്നു, നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യമുള്ള ഒരു വഴിപാടും യാഗവുമായി അവൻ അർപ്പിച്ചു. നമ്മെ സ്നേഹിച്ച്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹം, ദൈവം നിങ്ങളെ അത്ര ആഴമായി സ്നേഹിക്കുന്നു. ഞാൻ ഈ സ്നേഹം എനിക്ക് യാഗങ്ങളിലൂടെ കാണാൻ കഴിഞ്ഞു. അതിൽ വെളിപ്പെടുത്തിയ ഒരു ഭാഗം കൂടെ ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. ലേവ്യ പുസ്തകം 22-ാം അധ്യായം എടുക്കാം. ഈ ദൈവ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ ഞാൻ ആ ഭാഗം കൂടെ ഒന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. ലേവ്യ പുസ്തകം 22-ാം അധ്യായം. അതിൻ്റെ നമുക്കറിയാം, ഈ ലേവ്യ പുസ്തകത്തിൽ ദൈവത്തെ എങ്ങനെ ആരാധിക്കണം, എങ്ങനെ യാഗങ്ങൾ അർപ്പിക്കണം, ഓരോന്നും ദൈവം നിഷ്കർഷിക്കുമ്പോൾ ആ യാഗത്തോടുള്ള ബന്ധത്തിൽ കൽപ്പിക്കുന്ന ഓരോന്നും ദൈവത്തിന് നമ്മോട് സംസാരിപ്പാനുണ്ട്. ഒരു പശുക്കിടാവിനെ അല്ലെങ്കിൽ ഒരു കാളക്കിടാവിനെ യാഗമായി അർപ്പിക്കണം. ദൈവം ഒരു നിബന്ധന പറഞ്ഞു. 22-ാം അധ്യായത്തിൻ്റെ 26 തൊട്ട് 28 വരെയുള്ള വാക്യം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ഒരു കാളയോ ചെമ്മരിയാടോ കോലാടോ പിറന്നാൽ 7 ദിവസം തള്ളയുടെ അടുക്കലിരിക്കണം. 8-ാം ദിവസം മുതൽ അത് യഹോവയ്ക്ക് ദഹനയാഗമായി പ്രസാദമാകും. പശുവിനെയോ പെണ്ണാടിനെയോ അതിനെയും കുട്ടിയെയും ഒരു ദിവസത്തിൽ അറുക്കരുത്. ദൈവം പറഞ്ഞ വാക്ക് കണ്ടോ? ഒരു കിടാവിനെ പ്രസവിച്ചു, 7 ദിവസം തള്ളയുടെ അടുക്കലിരിക്കണം. ആ കുഞ്ഞ് തള്ളയുടെ അടുക്കൽ 7 ദിവസം ഇരിക്കണം. 8-ാം ദിവസം അതിനെ യാഗമായി അർപ്പിക്കാൻ എടുത്തുകൊണ്ട് പോകാം. നമ്മളൊന്ന് പ്രകൃതിയിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, ഈ മൃഗത്തിൻ്റെ സ്നേഹം കണ്ടോ? ആ തള്ളപ്പശു ആ കൊച്ചുകിടാവിനെ നക്കുന്നു, പാല് കൊടുക്കുന്നു. അതിൻ്റെ സ്നേഹം, മാതൃസ്നേഹം ആ തള്ളപ്പശു കാണിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ആ തള്ളപ്പശുവിൻ്റെ മാർവിലെ പാല് കുടിച്ച് അതിൻ്റെ ചൂടനുഭവിച്ച് അതോട് ചേർന്ന് നിന്ന ആ പശുക്കിടാവ് അല്ലെങ്കിൽ കാളക്കിടാവിനെ ഒരു യഹൂദൻ യാഗമായി അർപ്പിക്കാൻ എടുത്തുകൊണ്ട് പോവുകയാണ്. 8-ാം ദിവസത്തിൽ ആ തള്ളപ്പശുവിനെ വിട്ടിട്ട് ആ കൊച്ചു കിടാവിനെ എടുത്തുകൊണ്ട് പോവുകയാണ്. ഞാനിങ്ങനെ പറയട്ടെ, ആ തള്ളപ്പശു ആ കൂട്ടിൽ കെട്ടപ്പെട്ട് കിടക്കുമ്പോൾ ഈ കൊച്ചു കിടാവിനെ യാഗപീഠത്തെങ്കിൽ അറക്കാൻ എടുത്തുകൊണ്ട് പോയി. യാതൊരു തർക്കവുമില്ല, ആ കൊച്ചു കിടാവ് കിടന്ന് കരയും. ആ കരച്ചിൽ കേട്ട് പശു കിടന്ന് കരയും. പക്ഷേ ഈ തള്ളപ്പശുവിനൊന്നും ചെയ്യാൻ കഴിയില്ല, അതിനെ കുറ്റിയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ദുഷ്ടന്മാർ ആ കർത്താവിനെ ക്രൂശിപ്പാൻ അവനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. എൻ്റെ സഹോദരന്മാരെ, പിതാവായ ദൈവം അവൻ്റെ മനസ്സ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. അവനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ, അവനെ അടിച്ച് മനുഷ്യനല്ലാന്ന് തോന്നുമാറ് വിരൂപമാക്കുമ്പോൾ അവൻ ഉറക്കെ കരഞ്ഞു, ഈ കൊച്ചുകിടാവ് കരയുന്ന പോലെ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീയും എന്നെ കൈവിട്ടോ.
ആരുമില്ല. അവൻ്റെ സഹപാഠികളൊക്കെ അവനെ വിട്ട് ഓടിപ്പോയി. ആശ്വസിപ്പിക്കുന്നവരാരുമില്ല, നോക്കിയിട്ടില്ല. പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കി. പിതാവും അവൻ്റെ മുഖം മറച്ചു. ദൈവത്തിന് മറുപടി കൊടുക്കാമായിരുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്ന് സ്വർഗം തുറന്ന് 2 പ്രാവശ്യം പ്രഘോഷിച്ച ആ പിതാവ് പുത്രനെ ക്രൂശിൽ ഈ വിധത്തിൽ തകർക്കുമ്പോൾ മൗനമായി എന്തിനിരുന്നു? ആ കൊച്ചുകിടാവ് കരയുമ്പോൾ തള്ളപ്പശു എന്തിന് കരയുകയല്ലാതെ ഒന്നും ചെയ്യുന്നില്ല? ആ ദൈവത്തിൻ്റെ മനസ്സ് നിങ്ങൾ കണ്ടോ? ദൈവം രക്ഷാമാർഗമൊരുക്കുകയാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകരുത്. വിശ്വാസം നമ്മൾ അർപ്പിച്ചാൽ, ഈ ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി നൽകിയ ദൈവപുത്രനിൽ വിശ്വസിച്ചാൽ, അതിന് മനസ്സുണ്ടെങ്കിൽ, ഈ സ്നേഹം എത്ര വലുതാണെന്ന് ഗ്രഹിക്കുന്നവർക്ക് ഹൃദയം ഒന്ന് വിനയപ്പെടുത്തി, കർത്താവേ, നീ എന്നെ ഇത്രയധികം സ്നേഹിച്ചോ? പിതാവേ, നിന്റെ പുത്രനെ ഇത്ര അധികമായി എന്നെ സ്നേഹിച്ച് നൽകിയോ? അതെ, നിങ്ങളെ അത്ര ആഴമായി പിതാവ് സ്നേഹിക്കുന്നു. ആ സ്നേഹം അളക്കുവാൻ സാധ്യമല്ല. ഏറിയ വെള്ളങ്ങൾ ആ സ്നേഹത്തെ കെടുത്തത്തില്ല. ഒരു ഭവനത്തിലുള്ളതെല്ലാം പ്രേമത്തിന് വേണ്ടി കൊടുത്താലും നിന്ദിച്ചു കളയുന്ന സ്നേഹം. നമ്മൾ ഓർത്തതുപോലെ അഹബ് എന്ന വാക്ക് എരിയുന്ന സ്നേഹം, ജ്വലിക്കുന്ന സ്നേഹം. നിങ്ങളെ അത്ര ആഴമായി സ്നേഹിക്കുന്നു. ആരും എന്നെ കരുതാനില്ല, ആരും എന്നെ സ്നേഹിപ്പാനില്ല എന്ന് ചിന്തിക്കണ്ട. നിങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന, നമ്മൾ ഓർത്തതുപോലെ ഇത്ര ആഴമായി സ്നേഹിക്കുന്ന പിതാവായി ദൈവത്തിൻ്റെ സ്നേഹം. ക്രൂശിൽ ആ സ്നേഹം കാണുന്നു. തൻ്റെ പുത്രൻ്റെ കരച്ചിലിന് പോലും മറുപടി കൊടുക്കാതെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ക്രൂശിൽ വരുത്തുവാൻ, ഞാനും നിങ്ങൾ നിത്യനരകത്തിൽ പോകാതിരിപ്പാൻ, ഞാനും നിങ്ങളും രക്ഷ കരസ്ഥമാക്കുവാൻ, സ്വർഗം കരസ്ഥമാക്കി ആ പിതാവിനോടൊത്ത് സൗഭാഗ്യ ജീവിതം നയിപ്പാൻ നമുക്കൊരു വഴി തുറന്നു തരികയാണ്. ആ രക്ഷാമാർഗം നമുക്ക് തുറന്നു തന്നു. ഞാനൊരു സംഭവം എൻ്റെ മനസ്സിൽ ഓടി വന്നതുകൊണ്ട് ഞാൻ പറയും. നടന്ന സംഭവം, അമേരിക്കയുടെ സുപ്രീം കോർട്ടിൽ നടന്ന ഏറ്റവും വലിയ വാദഗതി. ആൻഡ്രൂ ജാക്സൺ എന്ന് പറയുന്ന പ്രസിഡന്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം, ജോർജ് വിൽസൺ എന്ന് പറയുന്ന ഒരാള് കൊല്ലപ്പെടാൻ ജയിലിൽ അടയ്ക്കപ്പെട്ട് കിടക്കുകയാണ്. ഇന്ന ദിവസം തന്നെ കൊല്ലാനായിട്ട് ഡിസൈഡ് ചെയ്തു. അവിടെ വെർഡിക്റ്റ് വന്നു, വിധി വന്നു. തൻ്റെ ആളുകളൊക്കെ പ്രസിഡന്റിനെ കണ്ടു. അവസാനം ദയാഹർജി കൊടുത്തു. ഈ ദയാഹർജി കൊണ്ട് ആളുകൾ ഓടി. അത് ഓടിക്കൊണ്ടുവന്ന് ജോർജ് വിൽസന്റെ കയ്യിൽ കൊടുത്തു. പ്രസിഡന്റ് നിനക്ക് ദയാഹർജി തന്നു. ജോർജ് വിൽസൺ അത് മേടിച്ച് വായിച്ചിട്ട്, ഇങ്ങനെയാണ് നടന്നത്. അദ്ദേഹം അത് കഷണം കഷണമായി കീറി ആ ക്ഷമാപണ കത്ത് പ്രസിഡന്റ് കൊടുത്തത് അവിടെ എറിഞ്ഞു കളഞ്ഞു തറയിൽ. പിന്നീട് അമേരിക്കയുടെ സുപ്രീം കോർട്ടിൽ ഒരു വാദം നടക്കുകയാണ്. ജോർജ് വിൽസനെ വെറുതെ വിടണോ, തൂക്കിക്കൊല്ലണോ? ജോർജ് വിൽസന് പ്രസിഡന്റ് ദയാഹർജി കൊടുത്തു. എന്നാൽ അദ്ദേഹം അത് സ്വീകരിക്കുന്നില്ല. അവസാനം ഏറ്റവും പ്രസിദ്ധമായൊരു വെർഡിക്റ്റ് വന്നു. ഒരു പാർഡൺ ഈസ് ഓൺലി എ റൈറ്റിംഗ്. ക്ഷമാപണം ഒരു എഴുത്ത് മാത്രമാണ്. അത് സ്വീകരിപ്പാൻ മനസ്സില്ലെങ്കിൽ അവൻ മരിക്കുന്നത് വരെ അവനെ തൂക്കിക്കൊല്ലണം. അങ്ങനെ ജോർജ് വിൽസനെ തൂക്കിക്കൊന്നു. ഞാൻ ചോദിച്ചോട്ടെ, ജോർജ് വിൽസന് ക്ഷമാപണം കിട്ടാതാണോ അവനെ തൂക്കിക്കൊന്നത്? എബ്രാലേന കർത്താവ് പറയുന്നു, ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ, ഇഫ് യു നെഗ്ലെക്ട് സച്ച് എ ഗ്രേറ്റ് സാൽവേഷൻ, ദൈവം തൻ്റെ പുത്രനെ നൽകി. ക്രൂശിൽ അവനെ തകർത്ത് കളഞ്ഞ് അവൻ്റെ കരച്ചിലിന് ചെവി കൊടുക്കാതെ, നിങ്ങളോടുള്ള സ്നേഹം മൂലം, ആ സ്നേഹം എരിഞ്ഞത് മൂലം നമുക്ക് രക്ഷയുടെ മാർഗം ഒരുക്കി തന്നു തൻ്റെ പുത്രനിലൂടെ. ക്ഷമാപണം നിങ്ങളുടെ പേരിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കത് സ്വീകരിക്കാം, നിങ്ങൾക്കത് തിരസ്കരിക്കാം.
ഒരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച് യോഗം തീരും. ഒരു നിമിഷം കണ്ണുകളൊന്ന് അടയ്ക്കുക. എന്നെ കേൾക്കുന്ന സഹോദരീ സഹോദരന്മാരെ, നാം വന്നെത്തിയ കാലഘട്ടം വിലയിരുത്തുക. നമ്മൾ കാണുന്നു, ഇറാൻ ഇന്ന് വലിയ പ്രശ്നങ്ങൾ ലോകത്തിൽ സൃഷ്ടിക്കുന്നു ഇസ്രായേലിനുള്ള ബന്ധത്തിൽ. അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് പാർസി രാജ്യത്തിൻ്റെ പ്രഭുവാണ്. നമ്മൾ കണ്ടു, കർത്താവ് മടങ്ങി വരാറായെന്നുള്ളത് അവർക്ക് മനസ്സിലായി. കർത്താവ് മടങ്ങി വന്നാൽ പൈശാചികനെ ബന്ധിക്കുമെന്നറിയാം. അല്പകാലം കൂടെ ഉള്ളൂ എന്ന് പൈശാചികൻ അറിയാം. നാം അത് മനസ്സിലാക്കി ഒരുങ്ങി ഉണർന്ന് നമ്മുടെ ജീവിതം അധികം വിശുദ്ധിയുള്ളതാക്കി കാത്തു സൂക്ഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം ദൈവമക്കളായി നമ്മളെ ഇടയാക്കട്ടെ. എന്നാൽ ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെടാതിരിപ്പുണ്ടെങ്കിൽ, ഈ ജോർജ് വിൽസൺ ചെയ്ത പോലെ നിങ്ങളുടെ പേരിൽ ദൈവം ഒരുക്കി തന്നൊരു ക്ഷമാപണം, ഈ ക്ഷമാപണം തിരസ്കരിക്കാതെ, ആ കടലാസ് കീറിക്കളയാതെ, ഇത്ര വലിയ രക്ഷ അവഗണിച്ച് കളയാതെ ഒരു വാക്കവനോട് പറയുക, എന്നെ ഇത്ര ആഴമായി സ്നേഹിച്ച് നിന്റെ പുത്രനെ എനിക്ക് വേണ്ടി തരുവാൻ നീ എന്നെ സ്നേഹിച്ചെങ്കിൽ ഈ രാത്രിയിൽ എൻ്റെ ഹൃദയം തുറന്നു തരുന്നു. നിന്റെ പുത്രനെ എൻ്റെ രക്ഷകനും കർത്താവുമായി ഞാൻ സ്വീകരിക്കുന്നു. ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞെങ്കിൽ നിങ്ങളുടെ ഉള്ളത്തിൽ അവൻ കടന്നു വന്ന് നിങ്ങളെ സ്വീകരിച്ച ദൈവവൈതലാക്കി മാറ്റും. നിങ്ങളിരിക്കുന്ന ഇരിപ്പിടത്തിൽ നിങ്ങൾ ആ പ്രാർത്ഥന നടത്തുക. നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, ഈ നിമിഷം തന്നെ നിങ്ങൾക്ക് ദൈവമക്കളായി മാറുവാൻ നിങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരുള്ളവരായി മാറുവാൻ നിങ്ങൾക്ക് കഴിയും. അവനെ അംഗീകരിക്കുക മാത്രം ചെയ്താൽ മതി. കർത്താവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണം. നിന്റെ പുത്രനെ എനിക്ക് വേണ്ടിയാണ് നൽകിയത്. നീ എന്നെ സ്നേഹിച്ചതിൻ്റെ ആഴം നിമിത്തം അവനെ ക്രൂശിൽ തകർത്ത് കളഞ്ഞു. ഈ രാത്രി ഞാനത് വിശ്വസിക്കുന്നു, അംഗീകരിക്കുന്നു. എൻ്റെ ജീവിതം നിനക്കായി സമർപ്പിക്കുന്നു. ആര് പ്രാർത്ഥിച്ചിട്ടുണ്ട്? നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ, ആരെങ്കിലും അങ്ങനെ ഒരു തീരുമാനമെടുത്തെങ്കിൽ, നിങ്ങളുടെ തീരുമാനത്തിൻ്റെ ഉറപ്പിനായി ഈ അവസാന രാത്രിയിൽ ഒരു കാര്യം നിങ്ങളോടൊന്ന് പറയാം. എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വലങ്കരവൊന്ന് ഉയർത്തി കാണിക്കുമോ? ലജ്ജിക്കരുത്. സ്തോത്രം, സ്തോത്രം. സഹോദരി, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഇനി ആരുണ്ട് സഹോദര? സ്തോത്രം. ആരെങ്കിലും ഉണ്ടോ? അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ച കർത്താവ്, മനുഷ്യരെല്ലാം തോന്നുമാറി വിരൂപമാക്കപ്പെട്ട കർത്താവ്, ആ കർത്താവിനെ തിരസ്കരിക്കുകയാണെങ്കിൽ, ഇത്ര വലിയ രക്ഷ നിങ്ങൾ അവഗണിച്ച് കളയുകയാണെങ്കിൽ, നിങ്ങളെ രക്ഷിപ്പാൻ മറ്റ് യാതൊരു മാർഗവുമില്ല. നിങ്ങൾ ഒരു വാക്ക് പറയുക, കർത്താവേ, എൻ്റെ ഉള്ളത്തിൽ വന്ന് എന്നെ രക്ഷിക്കണം. ചിലരുടെ കരങ്ങൾ ഉയർന്ന് ഞാൻ കണ്ടു, അവർ താഴ്ത്തിയിട്ടു. ഇനി ആരെങ്കിലും ഉണ്ടോ? അവസാനമായി ഒരവസരം കൂടെ തരികയാണ്, എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ആരെങ്കിലും അതിന് തയ്യാറാണെങ്കിൽ നിങ്ങളുടെ വലങ്കരം ഒന്ന് ഉയർത്തി കാണിക്കുക. ലജ്ജിക്കരുത്. ബാലന്മാരോ ബാലികമാരോ സ്ത്രീകളോ പുരുഷന്മാരോ ആരുമായിക്കൊള്ളട്ടെ, കർത്താവിന് വേണ്ടി തീരുമാനമെടുത്ത ചിലരെ ഞാൻ കണ്ടു. ഇനി ആരെങ്കിലും ഉണ്ടോ? പ്രാർത്ഥിക്കാം. ഇപ്പോൾ